നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് പോളിനോമിയലാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ലീനിയർ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ പഠിച്ചു. സോ അതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പോളിനോമിയൽ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് കേട്ടോ. പോളിനോമിയൽ അതുവഴി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻ അതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ എന്താണ് ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ശരിക്കും പോളിനോമിയൽ എന്താണ്? പോളിനോമിയൽ ഈസ് ആൻ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് വേരിയബിൾസ് ആൻഡ് കോഎഫിഷ്യൻറ്റ്. നമുക്കറിയാം, വേരിയബിൾസും കോഎഫിഷ്യൻറ്റും ഒക്കെ യൂസ് ചെയ്ത് എഴുതുന്ന ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷനെ വിളിക്കുന്ന പേരാണ് പോളിനോമിയൽ. നമ്മൾ ഓൾറെഡി ലീനിയർ ഇക്വേഷൻ ഒക്കെ പറഞ്ഞല്ലോ. എന്താണ് ലീനിയർ ഇക്വേഷൻ? ax + by + c = 0 ഫോമിൽ എഴുതാൻ പറ്റുന്ന ഇക്വേഷൻസിനെയാണ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അതുപോലെ അതായത് ലീനിയർ ഇക്വേഷനകത്തും എന്തുണ്ട്? ഇക്വേഷനകത്ത് നമുക്കറിയാം ഒരു ഈക്വൽ സൈൻ ഉണ്ട്. ഞാൻ അന്ന് ഒരു കാര്യം ലീനിയർ ഇക്വേഷൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, എക്സ്പ്രഷന്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ? എക്സ്പ്രഷനും ഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു അല്ലേ? എക്സ്പ്രഷൻ എന്തായിരുന്നു? എക്സ്പ്രഷനകത്ത് ഈക്വൽ സൈൻ കാണത്തില്ല, കോഎഫിഷ്യന്റുകളും വേരിയബിളും ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. കോഎഫിഷ്യൻസും വേരിയബിളും ഒക്കെ യൂസ് ചെയ്ത് എഴുതുന്ന എന്താണ് ഒരു സംഭവമാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെയാണ് പോളിനോമിയലും. എന്താണ് പോളിനോമിയൽ? പോളിനോമിയൽസ് ആർ ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് വേരിയബിൾസ് ആൻഡ് കോഎഫിഷ്യന്റ്. ഓക്കെ, തിയറി ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ തിയറി കാണാതെ പഠിക്കാനല്ല കേട്ടോ. എങ്കിലും ആദ്യമായിട്ട്, അതായത് പോളിനോമിയൽ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തിയറി കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, ബോറിംഗ് ആയിട്ട് തോന്നണ്ട, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നോർമലി ഒരു ഇക്വേഷനിൽ ഒരു ഇക്വേഷൻ ആഡ് ചെയ്യുന്നു, നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു, അതൊക്കെ ലീനിയർ ഇക്വേഷനിൽ പഠിച്ചതല്ലേ? അതുപോലെ തന്നെ നമുക്കൊരു പോളിനോമിയലിനെ എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ? അതിൻ്റെ കോഎഫിഷ്യൻ്റ് എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതാൻ പറ്റും. അങ്ങനെ പല രീതിക്ക് നമുക്ക് എഴുതാൻ പറ്റും. സോ എന്താണ് ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ? എന്താണ് പോളിനോമിയൽ? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. അതിനകത്ത് വേരിയബിൾസും കോഎഫിഷ്യൻറ്റും ഒക്കെ ഉണ്ടാവും. അതായത് വേരിയബിളും കോഎഫിഷ്യൻറ്റും ഒക്കെ അടങ്ങിയ ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷനെയാണ് നമ്മൾ പോളിനോമിയൽ എന്ന് പറയുന്നത്. പോളിനോമിയലിൽ നമുക്ക് സാധാ ഒരു ഇക്വേഷനിൽ ചെയ്യുന്ന പോലെ തന്നെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും എക്സ്പൊണൻഷ്യൽ ഓപ്പറേഷൻസും എല്ലാം ചെയ്യാൻ പറ്റും. ക്ലിയർ ആണേ? ഇനി എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഒരു പോളിനോമിയലിനെ എഴുതുന്നത് അറിയാമോ? നമ്മളൊരു പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് P(x), Q(x), S(x) അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മൾ പോളിനോമിയലിനെ എഴുതുന്നത്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടോ? P(x) = ഈ രീതിയിലാണ് നമ്മൾ പോളിനോമിയലിനെ എപ്പോഴും റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നുണ്ട്. എന്താ? x² + x - 12. x² + x - 12 ഇതെന്താണ്? ഒരു പോളിനോമിയലാണ് അല്ലേ? ഇതിനകത്ത് ഇവർ പറഞ്ഞതുപോലെ വേരിയബിൾസ് ഉണ്ടോ? ഉണ്ട്. ഏതാ വേരിയബിൾ? എക്സ് അല്ലേ വേരിയബിൾ? ആണ്. പിന്നെ വേരിയബിൾസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? കോഎഫിഷ്യൻസ് ഉണ്ട് അല്ലേ? എക്സിന്റെ കോഎഫിഷ്യന്റ്, എക്സിന്റെ കൂടെ നിൽക്കുന്ന ആരാ? ഇവിടെ 1x അല്ലേ? x² കൂടെ നിൽക്കുന്ന ആരാ? 1 അല്ലേ? സോ കോഎഫിഷ്യന്റുകളും വേരിയബിളും ഒക്കെ ഉള്ള എക്സ്പ്രഷൻ അല്ലേ ഇത്? സോ ഇതൊരു പോളിനോമിയലാണ്. ഇപ്പോൾ പോളിനോമിയൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ P(x) എന്നോ Q(x) എന്നോ എന്നൊക്കെ പറയുന്ന രീതിയിലായിരിക്കും നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിനോമിയലാണ്. നമ്മളൊരു പോളിനോമിയലിനെ പല രീതിക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? അതായത് പോളിനോമിയലിനെ പ്രധാനമായിട്ടും നമ്മൾ അതിൻ്റെ നമ്പർ ഓഫ് ടേംസിൻ്റെ ബേസിൽ ക്ലാസ് ചെയ്യാറുണ്ട്. നമ്പർ ഓഫ് ടേംസിൻ്റെ ബേസിൽ ക്ലാസ് ചെയ്യാറുണ്ട്. എത്ര ടേംസ് ഉണ്ട്? ഇപ്പോൾ ഒരു ടേം മാത്രമുള്ള പോളിനോമിയലാണോ? ഒന്നിലധികം ടേമുകളുണ്ടോ? അല്ലെങ്കിൽ എന്താണ്, 2 ടേം ആണോ? അപ്പോൾ ഈ ഒരു ടേം മാത്രമുള്ള പോളിനോമിയലിനും 2 ടേമുള്ള പോളിനോമിയലിനും ഒക്കെ ഒരു സെപ്പറേറ്റ് പേര് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ നമ്പർ ഓഫ് ടേംസിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു രീതിയിലും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. എന്താണ്? അതായത് അതിൻ്റെ ഒരു പോളിനോമിയലിൻ്റെ എക്സിൻ്റെയോ വൈയുടെയോ, അതായത് വേരിയബിളിൻ്റെ പവറിൻ്റെ ബേസിൽ നമ്മൾ ഒരു പോളിനോമിയലിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. സോ ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ്? ഒന്ന്, അതിൻ്റെ നമ്പർ ഓഫ് ടേംസിൻ്റെ ബേസിൽ നമ്മളൊരു പോളിനോമിയലിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. നമ്പർ ഓഫ് ടേംസിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഒരു പോളിനോമിയലിൽ ഒരു ടേം മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ മോണോമിയൽ എന്ന് പറയും. ഇതാണ് മോണോമിയൽ. ഓക്കെ, ഇനി അതായത് എങ്ങനെയല്ലേ മോണോമിയൽ വരുന്നത്? ഞാൻ പറയുവാണ്, ഒരു പോളിനോമിയൽ P(x) = x². ഇത് കണ്ടോ? ഇതെന്താണ്? ഒരു ടേം മാത്രമല്ലേ ഉള്ളൂ. x² എന്ന് പറഞ്ഞ ടേം മാത്രമല്ലേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മോണോമിയൽ. അല്ലെങ്കിൽ P(x) = ഞാൻ പറയുവാണ് 3y² x. കണ്ടോ? ഇതും ഒരു മോണോമിയലാണ്. 3y² x. 2 വേരിയബിൾ ഉണ്ട്, പക്ഷേ ഇതിന് അപ്പുറത്തോട്ട് പ്ലസ് ഇട്ട് അടുത്ത നമ്പർ ഒന്നും ഇല്ലല്ലോ. സോ ഈ ഒരു 3y² + x അത്ര മാത്രമല്ലേ ഉള്ളൂ. സോ അതിനൊരു എന്താണ്, ഒരൊറ്റ സിംഗിൾ ടേം ആക്കി നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് അതൊരു മോണോമിയലാണ്.
സോ മോണോമിയൽ എന്താണെന്ന് മനസ്സിലായല്ലോ. എ പോളിനോമിയൽ വിത്ത് എ സിംഗിൾ ടേം ഈസ് കാൾഡ് മോണോമിയൽ. അടുത്തതാണ് ബൈനോമിയൽ. എന്താണ് ബൈനോമിയൽ? നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ഒരു പോളിനോമിയലിൽ 2 ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ബൈനോമിയൽ എന്ന് പറയാം. ഓക്കെ, 2 ടേംസ് ഉള്ള പോളിനോമിയലിനെയാണ് ബൈനോമിയൽ എന്ന് പറയുന്നത്. ഞാൻ പറയുവാണ് എസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5y² മൈനസ് 9. ഉണ്ടോ? അതിപ്പോൾ എത്ര ടേം ഉണ്ട്? 5y² ഒരു ടേമാണ്, 9 ഒരു ടേമാണ്. സോ അത് നമുക്ക് എന്താണ്? അതൊരു ബൈനോമിയലായിട്ട് പറയാൻ പറ്റും. മനസ്സിലായോ? മോണോമിയൽ എന്താണ്, ബൈനോമിയൽ എന്താണെന്നുള്ള കാര്യം മനസ്സിലായോ? ഇനി അടുത്തതാണ് ട്രൈനോമിയൽ. എന്താണ് ട്രൈനോമിയൽ? ഒരു പോളിനോമിയലിൽ 3 ടേംസ് ഉണ്ടെങ്കിൽ, എന്താണ്? ഒരു പോളിനോമിയലിൽ 3 ടേംസ് ഉണ്ടെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? ട്രൈനോമിയൽ എന്ന് പറയാം. ക്യൂ ഓഫ് എക്സ് ഞാൻ പറയുവാണ് 5p² പ്ലസ് 9p മൈനസ് 10. ഇതെന്താണ്? ഇതൊരു ട്രൈനോമിയലാണ്. നോക്കിക്കേ, 5p² ഒരു ടേമാണ്, 9p അടുത്ത ടേമാണ്, മൈനസ് 10 അടുത്ത ടേമാണ്. സോ അതൊരു ട്രൈനോമിയലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് മോണോമിയൽ, എന്താണ് ബൈനോമിയൽ, എന്താണ് ട്രൈനോമിയൽ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതാണ് നമ്പർ ഓഫ് ടേംസിന്റെ ബേസിലുള്ള പോളിനോമിയലിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്തതാണ് അതിന്റെ ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത്. എന്താണ് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ? ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് അതിൻ്റെ വേരിയബിളിന്റെ ഹയസ്റ്റ് പവറിനെയാണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. സോ എന്താണ് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ? ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ. നമുക്ക് നോക്കാം, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കാം. നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, x⁵ മൈനസ് x⁴ പ്ലസ് 3. x⁵ മൈനസ് x⁴ പ്ലസ് 3. ഇതിന്റെ ഡിഗ്രി എന്തായിരിക്കും? ഇവിടെ വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ ആണ്. സോ ഫസ്റ്റത്തെ ടേമിൽ എക്സിന്റെ പവർ എത്ര? 5 അല്ലേ? ആണ്. രണ്ടാമത്തെ ടേമിൽ എക്സിന്റെ പവർ എത്ര ആണ്? 4 ആണ്. മൂന്നാമത്തെ എക്സിന്റെ ടേം ഉണ്ടോ? മൂന്നാമത്തെ എക്സിന്റെ ടേം ഇല്ല, നമ്പർ മാത്രമേ ഉള്ളൂ. അതായത് 3 × x⁻0 എന്നാണിത് കേട്ടോ. 3 × x⁻0. x⁻0 എന്താ? x⁻0 1. x⁻0 എന്നല്ല, എനി നമ്പർ റേസ് ടു 0 1 ആണ്. ഏതൊരു നമ്പറിന്റെയും 0th പവർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ക്ലിയർ ആയോ? സോ നമുക്ക് എന്ത് പറയാം? x⁵ മൈനസ് x⁴ പ്ലസ് 3 × x⁻0. ക്ലിയർ ആയോ? അപ്പോൾ അവിടുത്തെ ഡിഗ്രി എത്ര ആയിരിക്കും? ഹയസ്റ്റ് പവർ എത്രയാണ്? 5 അല്ലേ? സോ ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാണ്? 5 ആണ്. അതിൽ 4ഉം 5ഉം 3ഉം 4ഉം 5ഉം 1ഉം ഒക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ മാത്രമേ നമ്മൾ എടുക്കൂ കേട്ടോ. സോ അതിന്റെ ഹയസ്റ്റ് പവർ 5 ആണ്. രണ്ടാമത്തെ നോക്കിക്കേ, 2 മൈനസ് y² മൈനസ് y³ പ്ലസ് 2y⁻8. ഇതിന് എന്തായിരിക്കും ഇവിടെ? ഇതിന്റെ ഡിഗ്രി എന്തായിരിക്കും? 8 ആയിരിക്കും. 8 അല്ലേ ഹയസ്റ്റ് പവർ? വൈയുടെ ഏറ്റവും ഹയസ്റ്റ് പവർ 8 ആണ്. പിന്നെ ഉള്ളത് 3ഉം 2ഉം ആണ്. സോ ഏറ്റവും വലുത് 8 ആണ്. സോ ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ ഈസ് വാട്ട്? 8. ക്ലിയർ ആണേ? അടുത്ത നോക്കിയേ, 2 ആണ് അല്ലേ? അപ്പൊ 2നെ നമുക്ക് എങ്ങനെ എഴുതാടേ? 2 എന്ന് മാത്രമല്ലേ ഉള്ളൂ. സോ നമ്മളിത് കാണുമ്പോൾ എന്തെഴുതും? 2 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിതിന് എങ്ങനെ എഴുതാം? 2 × x⁻0 അല്ലെങ്കിൽ y⁻0 അല്ലെങ്കിൽ z⁻0 എന്ന് എഴുതാം അല്ലേ? സോ 2 × x⁻0. എനി നമ്പർ റേസ് ടു 0 എന്താണ്? 1 അല്ലേ? സോ നമുക്കിത് ചെയ്താലും ഇതിന്റെ വാല്യൂ 1 വരും. അതായത് 2 തന്നെയാണ് വരുന്നത്. സോ ഈ 2 എന്ന് പറയുന്ന അല്ലേ, 2 എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഡിഗ്രി എത്രയാണ്? 0 ആണ്. നോക്കിക്കേ, 2 × x⁻0 എന്നല്ലേ? സോ ഒരു കോൺസ്റ്റന്റ് നമ്പർ മാത്രമേ എഴുതിയിട്ടുള്ളെങ്കിൽ അതിന്റെ ഡിഗ്രി എത്ര ആയിരിക്കും? ആ പോളിനോമിയലിന്റെ ഡിഗ്രി എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആണേ? മനസ്സിലായല്ലോ? ഇനി അടുത്ത നോക്കിക്കേ, 2x³ പ്ലസ് 5x മൈനസ് 3. 2x³ പ്ലസ് 5x മൈനസ് 3 ഏതായിരിക്കും ഇവിടെ ഡിഗ്രി? ഇവിടെ എക്സിന്റെ പവർ 3 ആണ്, ഇവിടെ 1 ആണ് അല്ലേ? ഇവിടെ 0 ആണ്. സോ നമുക്ക് എന്തെഴുതാം? ഡിഗ്രി 3 ആയിരിക്കും. ഓക്കെ, അടുത്തത് 7y³ മൈനസ് 8y പ്ലസ് 6. നോക്കിക്കേ, 7y³ മൈനസ് 8y പ്ലസ് 6. അതിൻ്റെ എന്താണ്? ഹയസ്റ്റ് ഡിഗ്രി, ഹയസ്റ്റ് പവർ അല്ലേ? വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ എത്ര? 3 അല്ലേ? സോ നമുക്ക് അതിൻ്റെയും എന്ത് പറയാം? അതിൻ്റെയും പവർ അല്ലെങ്കിൽ അതിൻ്റെയും ഡിഗ്രി എന്ത് പറയാം? 3 എന്ന് പറയാം. ക്ലിയർ ആണേ? അടുത്തത് 1 + t ആണ്. സോ 1 + t നമുക്ക് എന്ത് എഴുതാം? 1 × പറയാം t⁻0 പ്ലസ് t അല്ലേ? ഇങ്ങനെ എഴുതിക്കൂടെ?
1 ഇൻറ്റു ടി റേസ് ടു 0 പ്ലസ് ടി എന്ന് എഴുതാം. ടി റേസ് ടു 0 എനി നമ്പർ റേസ് ടു 0 1 ആണ്. സോ ടി റേസ് ടു 1. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് പവർ ഏതാണ്? 0 ആണോ 1 ആണോ? 1 അല്ലേ? സോ നമുക്ക് പറയാം ഇവിടുത്തെ ഡിഗ്രി എത്രയാണ്? 1 എന്ന് പറയാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേടെ. റൂട്ട് എക്സ് പ്ലസ് എക്സ് റേസ് ടു അല്ല റൂട്ട് എക്സ് എന്ന് മാത്രം മതി. നോക്കിക്കേ, റൂട്ട് എക്സ് എന്ന് മാത്രം മതി. ഇങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ റൂട്ട് എക്സിൻ്റെ ഡിഗ്രി എത്ര ആയിരിക്കും? റൂട്ട് എക്സിൻ്റെ ഡിഗ്രി എത്ര ആയിരിക്കും? നോക്കിക്കേ, റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമുക്ക് റൂട്ടിലൊരു നമ്പർ വന്നാൽ അതിനെ എങ്ങനെയാണ് എഴുതുന്നത്? നോക്കിക്കേ, റൂട്ടിലൊരു നമ്പർ വന്നാൽ റൂട്ട് എക്സ് ആണെങ്കിൽ നമുക്കതിനെ എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. കണ്ടോ? എന്താണ്? റൂട്ട് എക്സ് വന്നാൽ അതിനെ എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ റൂട്ട് എക്സ് എന്ന് പറയുന്ന നമ്പറിൻ്റെ ഡിഗ്രി എത്ര ആയിരിക്കും? എന്താണ്? 1/2 ആയിരിക്കും. അപ്പോൾ റൂട്ട് 5 ആണെങ്കിലോ അതിൻ്റെ ഡിഗ്രി എത്ര ആയിരിക്കും? 1/2 ആയിരിക്കും. മനസ്സിലായേ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ടില്ലല്ലോ? ഡിഗ്രി ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ടേംസ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് നമ്പർ ഓഫ് ടേംസ്? ഒരു നമ്പർ ഓഫ് ടേം മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ മോണോമിയൽ എന്ന് പറയും, അല്ലേ? 2 നമ്പർ ഓഫ് ടേം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബൈനോമിയൽ എന്ന് പറയും. 3 നമ്പർ ഓഫ് ടേം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ട്രൈനോമിയൽ എന്ന് പറയും. അതിൻ്റെ ഓരോ എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഒരുപാട് അങ്ങ് ലാഗ് ആക്കുന്നില്ല. കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്കല്ലേ? അടുത്ത് നോക്കിക്കേ. എ പോളിനോമിയൽ ഓഫ് എ ഡിഗ്രി 1 ഈസ് കാൾഡ് ലീനിയർ പോളിനോമിയൽ. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ഒരു പോളിനോമിയലിനെ അതിൻ്റെ ഡിഗ്രി വെച്ചിട്ടും ക്ലാസിഫൈ ചെയ്യാറുണ്ട്, അതിൻ്റെ നമ്പർ ഓഫ് ടേംസ് വെച്ചും ക്ലാസിഫൈ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. നമ്പർ ഓഫ് ടേംസിൻ്റെ ബേസ്ഡ് ക്ലാസിഫിക്കേഷനാണ് മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ. ഇനി ഡിഗ്രി വെച്ച് ക്ലാസിഫൈ ചെയ്യുന്നത്, അതായത് ഞാൻ പറഞ്ഞു ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി 1 ആണെങ്കിൽ നമുക്കറിയാം എന്താ, ഒരു ഇക്വേഷൻ ആണെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേടെ. ഒരു ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ ഒരു ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ പവർ 1 ആയിരിക്കും. അതുപോലെ തന്നെ പോളിനോമിയലിൻ്റെ കേസിലും അതിൻ്റെ പവർ, ഹയസ്റ്റ് പവറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ലീനിയർ പോളിനോമിയൽ എന്ന് പറയും. കണ്ടോ? ലീനിയർ പോളിനോമിയൽ. എക്സാമ്പിൾ x+5 ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ x+5 ഇതൊരു ലീനിയർ പോളിനോമിയൽ അല്ലേ? ആണ്. അടുത്തത് എ പോളിനോമിയൽ വിത്ത് ഡിഗ്രി 2 ഈസ് കാൾഡ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി 2 ആണെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയാം. മനസ്സിലായോ? x² - 5x + 6 അല്ലേ? ഇതെന്താണ്? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. ഇനി എ പോളിനോമിയൽ വിത്ത് ഡിഗ്രി 3 ഈസ് കാൾഡ് ക്യൂബിക് പോളിനോമിയൽ. ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി, ഹയസ്റ്റ് ഡിഗ്രി അല്ലെ ഹയസ്റ്റ് പവർ 3 ആണെങ്കിൽ നമുക്കതിനെ ക്യൂബിക് പോളിനോമിയൽ എന്നും പറയാം. ഈ ടേംസ് ഒക്കെ ഓർത്ത് വെച്ചിരിക്കണം. ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ എളുപ്പത്തിന് നമുക്ക് മാർക്ക് കിട്ടുന്നൊരു ഒരു ചാപ്റ്ററാണ് ഈ പോളിനോമിയൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് പ്രിലിംസിനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് ഈ ടേംസ് ഒക്കെ നന്നായിട്ടൊന്ന് ഓർത്തിരിക്കുക. കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് തിയറി കുറച്ചിങ്ങനെ വാസ്റ്റായിട്ടൊക്കെ പറയുന്നത്. സോ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3 ഈസ് കാൾഡ് ക്യൂബിക് പോളിനോമിയൽ. ഡിഗ്രി 3 ഉള്ളത് എങ്ങനെ എഴുതാം? 3 ഉള്ളൊരു പോളിനോമിയൽ പറഞ്ഞേ. y³ - 5y² + 6y + 9. ടേംസ് എത്ര വേണമല്ലോ ആവാം കേട്ടോ. ഹയസ്റ്റ് പവർ 3 ആയിരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ കൊടുത്തു, ക്യൂബിക് പോളിനോമിയൽ. മനസ്സിലായല്ലോ? അപ്പോൾ ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ക്യൂബിക് പോളിനോമിയൽ, ഇതെല്ലാം ക്ലിയർ ആയി. ഇനി മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ, അതും ക്ലിയർ ആയി. ഓക്കെ, സീറോസ് ഓഫ് എ പോളിനോമിയൽ. ഞാൻ പറഞ്ഞു സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലേടെ? എന്തായിരുന്നു സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ എക്സിൻ്റെയോ വൈയുടെയോ ഒക്കെ വാല്യൂവിനെ ആയിരുന്നു നമ്മൾ അതിൻ്റെ സീറോസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സൊല്യൂഷൻസ് തന്നെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ വളരെ സിമ്പിളാണ്. നമ്മൾ ഇത്രയും നാളും പഠിച്ച ചാപ്റ്റേഴ്സ് പോലൊന്നും അല്ല, പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽ അറ്റ് ദ ഇൻഡിക്കേറ്റഡ് വാല്യൂ ഓഫ് വേരിയബിൾ. നോക്കിക്കേ, ഫസ്റ്റത്തെ പി ഓഫ് എക്സ് എത്ര? 5x² - 3x + 7 at x is equal to 1. കണ്ടോ? x is equal to 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ പോളിനോമിയലിന്റെ വാല്യൂ എത്ര ആണെന്നും, x is equal to 1 ഈ പി ഓഫ് എക്സിന്റെ വാല്യൂ എന്താണെന്നും വേറെ ഒന്നും ചെയ്യാനില്ല. ആ ഒരു പോളിനോമിയൽ അതുപോലെ എടുത്ത് എഴുതിയിട്ട് എക്സിന് പകരം 1 ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, എങ്ങനെ ചെയ്യാടെ? എന്തായിരുന്നു നമ്മുടെ പോളിനോമിയൽ? പി ഓഫ് എക്സ് is equal to 5x² - 3x + 7 അല്ലേ? അറ്റ് x is equal to 1. x is equal to 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ പി ഓഫ് എക്സിന്റെ വാല്യൂ എത്ര ആണെന്ന്. അതായത് നമ്മൾ എന്താ കണ്ടുപിടിക്കാനുള്ളതെന്ന് അറിയാമോ? P
പി ഓഫ് 1, അതായത് എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുക. നമുക്ക് പി ഓഫ് 1 ആണ് വേണ്ടത്. സോ പി ഓഫ് 1 എങ്ങനെ എഴുതാം? പി ഓഫ് 1 ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 1 പ്ലസ് 7. കണ്ടോ? അപ്പോൾ എന്ത് വരും ഇവിടെ? 5 ഇൻറ്റു 1ൻ്റെ സ്ക്വയർ 1 അല്ലേ, മൈനസ് 3 ഇൻറ്റു 1 3 അല്ലേ, ആണ്, പ്ലസ് 7. കണ്ടോ? അപ്പോൾ എങ്ങനെ എഴുതാം? 7 5 12. 12ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ എത്ര? 9 അല്ലേ? മനസ്സിലായോ? ഇതാണ് പി ഓഫ് എക്സിൻ്റെ വാല്യൂ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്യൂ ഓഫ് വൈ ഇസ് ഈക്വൽ ടു 3y ക്യൂബ് മൈനസ് 4y പ്ലസ് 11 അറ്റ് y ഇസ് ഈക്വൽ ടു 2. എങ്ങനെ എഴുതാം നോക്കിക്കേ. ക്യൂ ഓഫ് വൈ ഈക്വൽ ടു 3y ക്യൂബ് മൈനസ് 4y പ്ലസ് 11 അറ്റ് y ഇസ് ഈക്വൽ ടു 2. വൈയുടെ വാല്യൂ 2 ആകുമ്പോൾ, അതായത് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ക്യൂ ഓഫ് 2. മനസ്സിലായോ? എന്താണ് ക്യൂ ഓഫ് വൈക്ക് പകരം 2 ഇട്ട് കൊടുക്കുന്നു. സോ ക്യൂ ഓഫ് 2. അപ്പോൾ എന്തെഴുതാം? 3 ഇൻറ്റു വൈക്ക് പകരം എന്താ? 2 ക്യൂബ് മൈനസ് 4 ഇൻറ്റു 2 പ്ലസ് 11 അല്ലേ, 11. അപ്പോൾ എന്ത് വരും ഇവിടെ? 3 ഇൻറ്റു 2ൻ്റെ ക്യൂബ് എന്താ? 8 മൈനസ് 4 2 8 പ്ലസ് 11. അപ്പോൾ എന്താ? 8 3 24 മൈനസ് 8 പ്ലസ് 11 അല്ലേ. 24 11 എത്ര? 4 1 5 35 മൈനസ് 8. 35 8 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 27 ആണോ? ഓക്കെ, 27. ക്ലിയർ ആണല്ലോ? അപ്പോൾ ക്യൂ ഓഫ് വൈ അറ്റ് വൈ ഇസ് ഈക്വൽ ടു കിട്ടിയില്ലേ? നിങ്ങളെ നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനും ലീനിയർ ഇക്വേഷനും ഒക്കെ പഠിച്ചിട്ട് ഇതിലേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. സിംപ്ലിഫൈ ചെയ്യാനാണെങ്കിലും ആ ഒരു 2 ചാപ്റ്റേഴ്സ് നന്നായിട്ട് ഫോളോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് പോളിനോമിയൽ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. അതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ സീറോ ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 1. കണ്ടോ? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 1 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ സീറോ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. എങ്ങനെ ചെയ്യൂടെ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് വേണം? സീറോ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന പി ഓഫ് എക്സിനെയോ ക്യൂ ഓഫ് എക്സിനെയോ അങ്ങ് സീറോ ആക്കി ഇക്വേറ്റ് ചെയ്യുക. വേറൊന്നുമില്ല, നമ്മുടെ പി ഓഫ് എക്സ് എന്താടാ? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 1 അല്ലേ. അപ്പം ഞാൻ പറയുവാണ് ഇതിൻ്റെ ഒരു സീറോ കണ്ടുപിടിക്കണം. ഞാൻ പറയുവാണ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് പി ഓഫ് എക്സിന് പകരം 2x പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. കണ്ടോ? അപ്പോൾ അതിന് എക്സ് കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. 2x ഇസ് ഈക്വൽ ടു -1 അഥവാ എക്സ് ഇസ് ഈക്വൽ ടു -1/2. ഇതായിരിക്കും ഈ പോളിനോമിയലിൻ്റെ ഒരു സീറോ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? വേറൊന്നുമില്ല, തന്നിരിക്കുന്ന പോളിനോമിയലിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ക്ലിയർ? അടുത്ത് നോക്കിക്കേ. ഫൈൻഡ് പി ഓഫ് 0, പി ഓഫ് 1 ആൻഡ് പി ഓഫ് 2 ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽ. കണ്ടോ? ഈ ഓരോ പോളിനോമിയലിൻ്റെയും പി ഓഫ് 0യും പി ഓഫ് 1ഉം പി ഓഫ് 2 ഒക്കെ കണ്ടുപിടിക്കാം നമുക്ക്. ഫസ്റ്റത്തെ പോളിനോമിയൽ എന്താ? y സ്ക്വയർ. പി ഓഫ് y ഇസ് ഈക്വൽ ടു y സ്ക്വയർ മൈനസ് y പ്ലസ് 1 അല്ലേ. ഇതല്ലേ ഫസ്റ്റത്തെ പോളിനോമിയൽ. അതിൽ നിന്ന് പി ഓഫ് 0 കണ്ടുപിടിക്കാം. പി ഓഫ് 0 എന്ത് വരും ഇവിടെ? y കാണുന്നിടത്തെല്ലാം 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 0 സ്ക്വയർ മൈനസ് 0 പ്ലസ് 1. അതായത് പി ഓഫ് 0യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 1 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി എന്താണ്? ഇനി പി ഓഫ് 1 കണ്ടുപിടിക്കുക. പി ഓഫ് 1 എങ്ങനെ എഴുതാം? വൈക്ക് പകരം 1 ഇട്ട് കൊടുക്കുക. y സ്ക്വയർ 1 സ്ക്വയർ മൈനസ് വൈക്ക് പകരം 1 പ്ലസ് 1 അല്ലേ. 1 മൈനസ് 1 പ്ലസ് 1 പ്ലസ് ഒരു -1ഉം +1ഉം കട്ട് ചെയ്ത് പോയി ബാക്കി എന്തുണ്ട്? 1 അല്ലേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത എന്താണ്? പി ഓഫ് 2. പി ഓഫ് 2 എങ്ങനെ കണ്ടുപിടിക്കാടാ? സെയിം ക്വസ്റ്റ്യനിൽ തന്നെ പി ഓഫ് 2 y സ്ക്വയർ മൈനസ്, അതായത് 2 സ്ക്വയർ മൈനസ് 2 പ്ലസ് 1 അല്ലേ. 2 സ്ക്വയർ എന്ത് വരും? 4 മൈനസ് 2 പ്ലസ് 1 4 പ്ലസ് 1 5 അല്ലേ. സോ 5 മൈനസ് 2 അഥവാ 3 എന്ന് വരും. കണ്ടോ? 5 മൈനസ് 2 3 എന്ന് വരും. പി ഓഫ് 2ൻ്റെ വാല്യൂ 3 എന്ന് വന്നു. പി ഓഫ് 0 1, പി ഓഫ് 1 1, പി ഓഫ് 2ൻ്റെ വാല്യൂ 3 എന്ന് വന്നു. മനസ്സിലായേ? എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പി ഓഫ് ടി ഈക്വൽ ടു എന്താണ്? 2 പ്ലസ് ടി പ്ലസ് 2t സ്ക്വയർ മൈനസ് ടി ക്യൂബ്. 2t സ്ക്വയർ എന്നാണ് കേട്ടോ. കണ്ടോ? പി ഓഫ് ടി ഈക്വൽ ടു 2 പ്ലസ് ടി പ്ലസ് 2t സ്ക്വയർ മൈനസ് ടി ക്യൂബ്.
അതിലും ഇതുപോലെ എന്താണ് പി ഓഫ് 0യും പി ഓഫ് 1ഉം പി ഓഫ് 2 ഒക്കെ കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് ഞാൻ പി ഓഫ് 0 എടുത്തു. പി ഓഫ് 0 ആകുമ്പോഴോ 2 പ്ലസ് അല്ലേ, ടിക്ക് പകരം 0 പ്ലസ് 2 ഇൻറ്റു ടി സ്ക്വയർ 0 സ്ക്വയർ മൈനസ് 0 ക്യൂബ് അല്ലേ. അപ്പോഴോ 2 പ്ലസ് 0 പ്ലസ് 2 ഇൻറ്റു 0 0 മൈനസ് 0. നമുക്ക് ആൻസർ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? പി ഓഫ് 1. പി ഓഫ് 1 എന്ത് വരും ഇവിടെ? 2 പ്ലസ് ടിക്ക് പകരം 1 ഇട്ട് കൊടുക്കാം. 2 പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് 1 അല്ലേ. 2 പ്ലസ് 1 പ്ലസ് 2 മൈനസ് 1. 2 2 4 പ്ലസ് 1 മൈനസ് 1 കട്ട് ചെയ്ത് പോയി. സോ നമുക്ക് എത്ര വന്നു? 4 എന്ന് വന്നു അല്ലേ. സോ അതുപോലെ അടുത്ത എന്താ? പി ഓഫ് 2 അല്ലേ. പി ഓഫ് 2 ആണ്. അപ്പോൾ എന്ത് വരും? 2 പ്ലസ് 2 പ്ലസ് 2 ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 2 ക്യൂബ്. 2 പ്ലസ് 2 പ്ലസ് 2 ഇൻറ്റു 4 മൈനസ് 8. 2 പ്ലസ് 2 4 8 മൈനസ് 8 4 എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ആണ്. ഞാൻ അടുത്ത് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ് അല്ലേ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോൾ എങ്ങനെ എഴുതാം? പി ഓഫ് 0 ഈക്വൽ ടു 0 ക്യൂബ് 0 വരും. പി ഓഫ് 1 എന്ത് വരും? 1 ക്യൂബ്, അതായത് 1 തന്നെയാണ്. പി ഓഫ് 2 എന്ത് വരും ഇവിടെ? 2 ക്യൂബ് 8 എന്ന് വരും. ഓക്കെ അല്ലേ? എളുപ്പമായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോണത് കേട്ടോ. ചെയ്യാമല്ലോ എല്ലാവർക്കും? ഡൗട്ടൊന്നും ഇല്ലല്ലോ? അടുത്ത് നോക്കിക്കേടെ. അടുത്ത എന്താണ്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1. കണ്ടോ അവിടെ? ഇതെന്താണ്? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് എഴുതാം അല്ലേടെ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം അല്ലേ. സോ നമുക്ക് എന്തെഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പം ഞാൻ എന്ത് എഴുതി? ഇനി അങ്ങനെ നിങ്ങൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഇട്ടിട്ട് എക്സിൻ്റെ വാല്യൂ ഒക്കെ ഇട്ട് 0 ഒക്കെ ഇട്ട് കൊടുക്കാം, പ്രശ്നമില്ല കേട്ടോ. ഞാൻ അങ്ങനെ എഴുതുന്നേ ഉള്ളൂ. എക്സ് സ്ക്വയർ മൈനസ് 1 പി ഓഫ് എക്സ്. പി ഓഫ് 0 എന്ത് വരും? 0 സ്ക്വയർ മൈനസ് 1 അല്ലേ. സോ മൈനസ് 1. പി ഓഫ് 1 1 സ്ക്വയർ മൈനസ് 1. 1 മൈനസ് 1 0. പി ഓഫ് 2 പി ഓഫ് 2 എന്ത് വരും? എക്സ് സ്ക്വയർ അല്ലേ. സോ 2 സ്ക്വയർ മൈനസ് 1. 2ൻ്റെ സ്ക്വയർ 4. 4 മൈനസ് 1 3 എന്ന് വരും. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. എക്സാമിൻ വെദർ എക്സ് പ്ലസ് 2 ഈസ് എ ഫാക്ടർ ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ആൻഡ് ഓഫ് 2x പ്ലസ് 4. എന്താ നമ്മളെ ക്വസ്റ്റ്യൻ? എക്സാമിൻ വെദർ എക്സ് പ്ലസ് 2 ഈസ് എ ഫാക്ടർ ഓഫ് ദ 2 പോളിനോമിയൽ. 2 പോളിനോമിയൽ തന്നിട്ടുണ്ട്. ആ 2 പോളിനോമിയലിൻ്റെയും ഫാക്ടേഴ്സ് ആണോ എക്സ് പ്ലസ് 2 എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് പറയുന്നത്. എക്സ് പ്ലസ് 2 ഈസ് എ ഫാക്ടർ ഓഫ് ഫസ്റ്റ് പോളിനോമിയൽ ആൻഡ് സെക്കൻഡ് പോളിനോമിയൽ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ നമ്മുടെ ഫസ്റ്റത്തെ പോളിനോമിയലിനെ പി ഓഫ് എക്സ് ആക്കി എടുത്തു. ഫസ്റ്റത്തെ പോളിനോമിയലിനെ പി ഓഫ് എക്സ് ആക്കി എടുത്തു. എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ പോളിനോമിയൽ? ഇതല്ലേ ആണ്. അത് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6. ഇതിനെ ഞാൻ ഫസ്റ്റത്തെ പോളിനോമിയലാക്കി എടുത്തു. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറയുവാണ്, ഇത് ഈ എക്സ് പ്ലസ് 2 എന്നുള്ളത് ഇതിൻ്റെ ഒരു ഫാക്ടർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് പ്ലസ് 2 ഒരു ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എക്സ് പ്ലസ് 2 ഒരു ഫാക്ടർ ആണ് എന്ന രീതിയിൽ എടുക്കും. അപ്പം ഞാൻ പറയുവാണ്, എക്സ് പ്ലസ് 2 ഒരു ഫാക്ടർ ആണ്, അതായത് എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 അല്ലേ. ഫാക്ടർ ആണെങ്കിൽ നമുക്ക് എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതായത് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? -2 എന്ന് കിട്ടും അല്ലേ. ഇനി ഇങ്ങനെ ഫാക്ടർ ആണോ എന്ന് ചോദിച്ച് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് അറിയാമോ? ഇതുപോലെ ആദ്യം ഫാക്ടർ ആണ് എന്ന രീതിയിൽ ആദ്യം എടുക്കും. എന്നിട്ട് അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ആ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ പോളിനോമിയൽ എന്നുള്ള ഇക്വേഷനിലും ഇട്ട് കൊടുക്കും. അതിലിട്ട് കൊടുക്കുമ്പോൾ ആ പി ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ് വരുന്നതെങ്കിൽ എന്താണ്? ഈ പറഞ്ഞ സാധനം ഈ പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടർ ആണെന്ന് കിട്ടും. മനസ്സിലായോ? പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന എന്താണ് ഈ ചെറിയ പോളിനോമിയൽ എന്താണ്? എക്സ് പ്ലസ് 2 ഒരു ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ അതിന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആ എക്സിൻ്റെ വാല്യൂ എടുത്ത് മെയിൻ ക്വസ്റ്റ്യനകത്ത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0 ആണ് വരുന്നതെങ്കിൽ ഫാക്ടർ ആണ്, അല്ലെങ്കിൽ ഫാക്ടർ അല്ല. അത്രയേ ഉള്ളൂ. ചെക്ക് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ നമുക്ക് -2 കിട്ടി. അപ്പം ഞാൻ എന്ത് ചെയ്യാം?
പി ഓഫ് മൈനസ് ടു, ഈ ഇക്വേഷനിൽ പി ഓഫ് മൈനസ് ടു കണ്ടുപിടിക്കുക. ഈക്വൽ ടു എക്സ് ക്യൂബ്, അതിന് പകരം മൈനസ് ടു ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു മൈനസ് 2 പ്ലസ് 6. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? മൈനസ് 2ൻ്റെ ക്യൂബ് എന്താണ്? -8 അല്ലേ? 2ൻ്റെ ക്യൂബ് 8 ആണ്, -2 ആയതുകൊണ്ട് -8 പ്ലസ് 3 ഇൻറ്റു മൈനസ് 2ൻ്റെ സ്ക്വയർ എന്താണ്? 4 ആണ് അല്ലേ? -2ൻ്റെയും +2ൻ്റെയും 4 ആണ്. ഇനി -2 ഇൻറ്റു 5 അതായത് -10 പ്ലസ് 6 അല്ലേ? -8 പ്ലസ് 12 -10 പ്ലസ് 6 എന്ന് വരും. അപ്പോൾ എന്ത് വരും ഇവിടെ? അതായത് ഒരേ ചിഹ്നമുള്ളത് നമുക്ക് ആഡ് ചെയ്യാം അല്ലേ? 12 6 18 -10 -8 18. സോ 18 - 18 എന്ത് വന്നു? 0 വന്നില്ലേ? ഇപ്പം എന്ത് മനസ്സിലായി? ഈ x+2 എന്നുള്ളത് ഈ പറഞ്ഞ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3x² പ്ലസ് 5x പ്ലസ് 6ൻ്റെ ഫാക്ടർ ആണെന്ന് മനസ്സിലായി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ആണ്. ഇനി നമുക്ക് അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിൽ എന്താണ്? ആൻഡ് ഓഫ് 2x+4, 2x+4ൻ്റെയും ഫാക്ടർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മാത്രമല്ല 2x+4ൻ്റെയും. അപ്പം ഞാൻ എന്തെടുത്തു? ആ 2x+4 എന്നുള്ളത് വേറൊരു പോളിനോമിയൽ ആക്കി എടുത്തു, ക്യൂ ഓഫ് എക്സ് ആക്കി എടുത്തു. ഞാൻ പറയുവാണ് ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x+4 ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂ ഓഫ് -2 കണ്ടുപിടിച്ചൂടെ? ക്യൂ ഓഫ് -2 എന്ത് വരും ഇവിടെ? ക്യൂ ഓഫ് -2 2x+4ൽ 2 ഇൻറ്റു -2 പ്ലസ് 4, അതായത് 2 ഇൻറ്റു -2 -4 പ്ലസ് 4 എന്ന് വരും, അതായത് 0 എന്ന് വരും അല്ലേ? അതായത് അതിൻ്റെ വാല്യൂവും 0 വന്നു. അതായത് എന്ത് മനസ്സിലായി? അതും ഒരു ഫാക്ടർ ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ഇഫ് x-1 ഈസ് എ ഫാക്ടർ ഓഫ് 4x³ പ്ലസ് 3x² മൈനസ് 4x പ്ലസ് k അല്ലേ? അതായത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ഇഫ് x-1 ഈസ് എ ഫാക്ടർ ഓഫ് എ പർട്ടിക്കുലർ പോളിനോമിയൽ. x-1 എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. സോ x-1 ഒരു ഫാക്ടർ ആണെങ്കിൽ എന്നല്ലേ പറഞ്ഞ? അപ്പം നമുക്ക് എന്തെഴുതാം? x-1 is equal to 0 എന്ന് എഴുതാമല്ലോ. സോ ഞാൻ എഴുതുവാണ് x-1 is equal to ഫാക്ടർ ആണ് 0. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? എക്സിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടി അല്ലേ? ഇത്ര എഴുതാമല്ലോ. ഇനി എന്താണ് നമ്മുടെ പോളിനോമിയൽ? എന്താ? 4x³ പ്ലസ് 3x² മൈനസ് 4x പ്ലസ് k അല്ലേ? 4x³ പ്ലസ് 3x² മൈനസ് 4x പ്ലസ് k ഈക്വൽ ടു 0 ആക്കി കൊടുക്കണം അല്ലേ? അതായത് നമുക്ക് കെയുടെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കാനുള്ളത്? 4x³ പ്ലസ് 3x² മൈനസ് 4x പ്ലസ് k ഈസ് ഈക്വൽ ടു 0 ആക്കി കൊടുക്കണം. നമുക്ക് കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഇതിന്റെ ഈക്വേഷനെ 0 ആക്കി കൊടുത്തു. അപ്പോൾ എന്ത് വരും ഇവിടെ? എക്സിന് 1 കൊടുക്കാം. എന്നിട്ട് അതിൽ നമുക്ക് പി ഓഫ് 1 കണ്ടുപിടിച്ചൂടെ? പി ഓഫ് 1, ഇത് പി ഓഫ് എക്സ് ആണ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x³ പ്ലസ് 3x² മൈനസ് 4x പ്ലസ് k ഈസ് ഈക്വൽ ടു 0 ആണ്. അതിന് പി ഓഫ് 1 ഈക്വൽ ടു 0 ആക്കി ഞാൻ കൊടുത്തു. പി ഓഫ് 1 0 എഴുതുന്നത് എന്തുകൊണ്ടാണ്? x-1 ഒരു ഫാക്ടർ ആയതുകൊണ്ടാണ് പി ഓഫ് 1 0 ആക്കി എടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ പി ഓഫ് 1 എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 1³ പ്ലസ് 3 ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 പ്ലസ് k ഈക്വൽ ടു 0. കണ്ടോ? അതെന്ത് വരും? 4 പ്ലസ് 3 മൈനസ് 4 പ്ലസ് k ഈക്വൽ ടു 0 എന്ന് വന്നു. കണ്ടോ? പ്ലസ് 4ഉം മൈനസ് 4ഉം കട്ട് ചെയ്ത് പോയി. പിന്നെ ആരുണ്ട്? 3 പ്ലസ് k ഈക്വൽ ടു 0 അല്ലേടെ? 3 പ്ലസ് k ഈക്വൽ ടു 0. അപ്പോൾ k നമുക്ക് എന്തെഴുതാം? k ഈസ് ഈക്വൽ ടു -3 അല്ലേ? 3 അങ്ങ് അപ്പുറത്ത് പോയി. ക്ലിയർ ആയോ? എങ്ങനെയാണ് ചെയ്തത്? എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ഇഫ് x-1 ഈസ് എ ഫാക്ടർ ഓഫ് എ പർട്ടിക്കുലർ പോളിനോമിയൽ. x-1 ഒരു ഫാക്ടർ ആണെങ്കിൽ x-1 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതായത് എക്സിന്റെ വാല്യൂ നമുക്ക് 1 എന്ന് വന്നു അല്ലേ? ഇനി എന്താ? പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് പി ഓഫ് 1 ഈക്വൽ ടു 0 എന്നുള്ള കാര്യം ഇപ്പോൾ കിട്ടി. ആ ഇക്വേഷനിൽ എക്സിന് പകരം എല്ലാം 1 ഇട്ട് കൊടുത്തിട്ട് 0 ആക്കി അസ്യൂം ചെയ്തു. അതിൽ നിന്ന് നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സോ കെയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? -3 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫാക്ടറൈസ് 6x² പ്ലസ് 17x പ്ലസ് 5 ബൈ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആൻഡ് യൂസിങ് ദ ഫാക്ടർ തിയറം. എന്താണ് ഫാക്ടർ തിയറം? ഫാക്ടർ തിയറം വേറെ ഒന്നുമില്ല, ഒരു പോളിനോമിയലിനെ എന്താണ് ഫാക്ടറൈസേഷൻ ചെയ്യുക, ഫാക്ടേഴ്സ് ആയിട്ട് മാറ്റുക. അതിനാണ് നമ്മൾ ഈ ഫാക്ടർ തിയറം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ശരിക്കും നമ്മൾ ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡായിട്ട് നമ്മൾ ഫാക്ടർ തിയറം പഠിച്ചിട്ടുണ്ട്. തിയറമായിട്ടല്ല, ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു പോളിനോമിയലിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും?
അതിൻ്റെ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യും. ഓക്കെ, സോ ഒരു മെത്തേഡാണ് എന്താണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ വേറെ മെത്തേഡുകളുണ്ട് കേട്ടോ. അതായത് ഒരു പോളിനോമിയലിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതിനുള്ള വേറൊരു മെത്തേഡാണ് എന്ത് ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡ്. റിമൈൻഡർ എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന ഒരു മെത്തേഡ് ഉണ്ട്. നമ്മളൊരു നോർമലി ഒരു ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുന്ന പോലെ ഒരു പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കും. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. എങ്ങനെയാണ് ഒരു പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യുന്നത് നോക്കാം. 6x² + 17x + 5 ഇതാണ് നമ്മുടെ പോളിനോമിയൽ. ഇതിനെയാണ് നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാനുള്ളത്. നേരത്തെ നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് ഫാക്ടറൈസേഷൻ ചെയ്യാനുള്ളത് അല്ലേ. നമ്മൾ ഉന്നത ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി സോൾവ് ചെയ്യുന്ന കാര്യം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു പോളിനോമിയലിലേക്ക് വരുമ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ലേ. സോ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഫാക്ടറൈസേഷൻ വഴി അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. നോക്കിക്കേ, നമ്മൾ അന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിനൊക്കെ ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് ഒരു പ്രത്യേകതയുണ്ട്, ഒരു വ്യത്യാസമുണ്ട്. അന്ന് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിലെല്ലാം എന്തായിരുന്നു, ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താണ് 1 ആയിരുന്നു. ഇപ്പോൾ x² + 17x + 5 അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നോക്കിക്കേ, നമ്മൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻസ് അന്ന് ഇതുവരെ പരിചയപ്പെട്ടില്ല. ഫാക്ടറൈസേഷൻ വന്നപ്പോൾ നമ്മൾ എക്സിനൊരു കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടില്ല അന്ന്. നമുക്ക് അത് ഇവിടെ പറയാം എന്ന രീതിയിലുള്ളത് കൊണ്ടാണ് അന്നത് പറയാതിരുന്നത്. ഓക്കെ, നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യൻ 6x² + 17x + 5 = 0 എന്നതാണ്. എങ്ങനെ നമുക്കിതിനെ ഫാക്ടറൈസേഷൻ ചെയ്യാം? ഇപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണെങ്കിൽ നമ്മൾ അന്ന് എങ്ങനെയാണ് എടുത്തത്? ആദ്യം എന്താണ് ഈ ലാസ്റ്റത്തെ ടേം നോക്കി, കോൺസ്റ്റന്റ് നോക്കി അല്ലേ. കോൺസ്റ്റന്റ് എങ്ങനെയാ? കോൺസ്റ്റന്റ് ഏതോ രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ വരണം. ഇനി ഏതോ രണ്ട് നമ്പറുകൾ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഈ മിഡിൽ വാല്യൂവും വരണം. അങ്ങനെയാണ് നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തത്. അപ്പോൾ ഇവിടെ എക്സിന് ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ട്. അന്ന് നമ്മൾ ചെയ്ത കാര്യത്തിൽ എക്സിന് കോഎഫിഷ്യൻ്റ് ഇല്ല. അപ്പോൾ നമ്മൾ അതേപോലെ സ്മൂത്ത് ആയിട്ട് അങ്ങ് ചെയ്തു പോയി. ഇവിടെ എക്സിന് കോഎഫിഷ്യൻ്റ് ഉള്ളപ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണമെന്ന് അറിയാമോ? നമ്മൾ ഈ x²ൻ്റെ കോഎഫിഷ്യൻ്റ്, സോ എക്സിനല്ല x²ന് ഇവിടെ കോഎഫിഷ്യൻ്റ് ഉള്ളത് കൊണ്ട് x²ൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ കൊണ്ട് ഈ പറഞ്ഞ കോൺസ്റ്റന്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. x²ൻ്റെ കോഎഫിഷ്യൻ്റ് എത്ര? ഇവിടെ 6 അല്ലേ. സോ ഈ ഒരു വാല്യൂ കൊണ്ട് നമ്മൾ എന്ത് വേണം? ഈ ലാസ്റ്റത്തെ കോൺസ്റ്റന്റ് ടേമിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് എത്ര കിട്ടിയത്? 30 കിട്ടി. ഇനി ഈ 30നെ വേണം നമ്മൾ ഫാക്ടേഴ്സ് ആക്കാൻ. അതായത് രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 വരണം. രണ്ട് നമ്പറുകൾ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ 17x വരണം. അങ്ങനെ എടുക്കണം. മനസ്സിലായോ? ഡൗട്ടില്ലല്ലോ. ഇവിടെ എന്താണ് x²ൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആയിരുന്നെങ്കിൽ, അതായത് x² + 17x + 5 എന്നേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 5 രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 വരണം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ 17 വരണം. അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ 6x² ആണ്. x²ന് ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ട്. അങ്ങനെ വന്നതുകൊണ്ട് എന്ത് വേണം? ഈ x²ൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് കോൺസ്റ്റന്റ് ടേമിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ വാല്യൂവിനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? എന്താണ് ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. അതിൻ്റെ ഫാക്ടേഴ്സ് എടുത്ത് നോക്കണം. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇനി 30 എന്നുള്ള നമ്പർ കിട്ടാൻ നമുക്ക് 30നെ എങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്യാം? 30 നോക്കിക്കേ, 130s are 30 അല്ലേടേ? ആണല്ലോ. ഇനി 2 × 15 അതും 30 ആണ് അല്ലേ? ഇനി 30നെ എങ്ങനെ എഴുതാം? 5 × 6 അതും 30 ആണ് അല്ലേ? ഇനി എങ്ങനെയെങ്കിലും എഴുതാൻ പറ്റുമോ? 1ഉം 30ഉം 2ഉം 15ഉം 5ഉം 6ഉം അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ്? അപ്പോൾ നമ്മുടെ 30യുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയായിട്ട് വരും? 1 30യുടെ ഒരു ഫാക്ടറാണ്, 30 ഒരു ഫാക്ടറാണ്, 2 ഒരു ഫാക്ടറാണ്, പിന്നെ ഏതാ 5ഉം 6ഉം ഒക്കെ ഫാക്ടേഴ്സാണ് അല്ലേ? ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കിട്ടി. ഇനി ഇതിൽ ഏതോ രണ്ട് ഫാക്ടേഴ്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 വരണം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 17 വരണം. അപ്പോൾ ഈ കൂട്ടത്തിൽ ആരായിരിക്കും ഇവിടെ? കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ 17 വരണം. നോക്കിക്കേ, 2ഉം 15ഉം അല്ലേ? ആ ഒരു പേരിനെ നമുക്ക് സെലക്ട് ചെയ്താലോ. 2ഉം 15ഉം തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് വരും? 15ഉം 2ഉം 17 അല്ലേ? ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു പേരിനെ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ കൂട്ടത്തിൽ നിന്ന് ആ ഒരു പേരിനെ സെലക്ട് ചെയ്യാം. ഇനി രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +30. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് +30 ആണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരാനുള്ളത് ആണേ. ഇനി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ 17x ആണ്. അപ്പോൾ എല്ലാം പോസിറ്റീവ് അല്ലേ ഇവിടെ വന്നത്? അല്ലേ? അതായത് രണ്ടുപേരുടെയും സൈൻ പോസിറ്റീവ് ആയിരിക്കില്ലേ? മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ +13, അതായത് രണ്ടുപേരുടെയും സൈൻ പോസിറ്റീവ് ആണെന്ന് കിട്ടി.
ഇനി ആ രണ്ടുപേരുടെയും സൈൻ പോസിറ്റീവ് ആണെന്നല്ല, രണ്ടുപേരുടെയും സൈൻ സെയിം ആണെന്ന് കിട്ടി. എവിടെ നോക്കിയപ്പം? ആ ലാസ്റ്റത്തെ പ്രോഡക്റ്റ് നോക്കിയപ്പോൾ രണ്ടുപേരുടെയും സൈൻ പോസിറ്റീവ് ഒരേപോലത്തെ ആണെന്ന് കിട്ടി. ഒരേപോലെ ആകുമ്പോഴാണല്ലോ പ്രോഡക്റ്റിൽ പോസിറ്റീവ് വരുന്നത്. ഓക്കെ, ഇനി അത് രണ്ടും ഒരേപോലെയുള്ളത് രണ്ടും പോസിറ്റീവ് ആണോ, ഒരേപോലെയുള്ളത് രണ്ടും നെഗറ്റീവ് ആണോ എന്നറിയാൻ നമ്മൾ മിഡിൽ ടേമിലോട്ട് നോക്കി. മിഡിൽ ടേം പ്ലസ് 17x ആണ്. അപ്പോൾ മനസ്സിലായി രണ്ടുപേരും ഒരേ ചിഹ്നമാണ്. ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഈ 17xനെ? 2x + 15x എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. അപ്പോൾ ഞാൻ എഴുതുവാണ്. ബാക്കി അത് ഇതിനെ മാത്രം സ്പ്ലിറ്റ് ചെയ്താൽ മതി. സോ 6x² അതുപോലെ എഴുതി, പ്ലസ് 2x പ്ലസ് 15x പ്ലസ് 5 ഇങ്ങനെ എഴുതിക്കൂടെ? ഡൗട്ട് ഉണ്ടോ? ഇനി എന്ത് ചെയ്യാം? നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യുന്ന പോലെ 2 എണ്ണം വീതമുള്ള സെറ്റുകളാക്കി ഗ്രൂപ്പ് ചെയ്യാം. ഇത് രണ്ടും ഒരുമിച്ചെടുത്തു, ഇവ രണ്ടുപേരും ഒരുമിച്ചെടുത്തു. ക്ലിയർ അല്ലേ? ഇനി 6x² + 2x. ഈ 6x² + 2x നിന്ന് എനിക്ക് എന്തിനെ കോമൺ എടുക്കാം? ഒരു 2x കഴിഞ്ഞ് കോമൺ എടുത്തൂടെ? രണ്ടിൽ നിന്ന് ഒരു 2x കോമൺ എടുത്തൂടെ? ഞാൻ 2x കോമൺ എടുത്തപ്പോൾ ബാക്കി ഇവിടെ എന്തുണ്ട്? 3x അല്ലേ? 3x അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 3 2 6 x × x x² 6x² അല്ലേ? പ്ലസ് ബാക്കി എന്താ ഉള്ളത്? 2x എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നേ ഉള്ളൂ. കണ്ടോ? 2x × 3x + 1 അങ്ങനെ എഴുതി. ഇനി 15x + 5. അതിൽ നിന്ന് രണ്ടെണ്ണത്തിൽ നിന്ന് എനിക്ക് എന്ത് കോമൺ ആക്കി എടുക്കാം? നോക്കിക്കേ. 15x + 5 ഒരു 5നെ കോമൺ ആക്കി എടുത്തൂടെ? എടുക്കാമല്ലോ. പ്ലസ് 5 × 5 എടുത്താൽ പിന്നെ എന്തുകൊണ്ട് ഇവിടെ? 15x/5 എന്താണ്? 15x/5 3x അല്ലേ? അതായത് 3x എന്ന് കിട്ടി. പ്ലസ് 5 പുറത്തു പോയാൽ 5/5 1. ഇത്രയും ഓക്കെ ആണോ? നിങ്ങൾക്ക് ഈ പുറത്തെടുക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പം 6x² നിന്ന് ഞാൻ 2x ഞാൻ എടുക്കുന്നതെങ്കിൽ 6x² നിന്ന് 2x പോകുമ്പോൾ എത്ര കിട്ടുമെന്ന് അറിയാനാ? 6x² / 2x ചെയ്ത് നോക്കിയാൽ മതി. കണ്ടോ? ഇതും കട്ട് ചെയ്ത് പോയി, ഇതും കട്ട് ചെയ്ത് പോയി, ബാക്കി 3x ആണുള്ളത്. കണ്ടോ? അതാണ് ഈ അകത്ത് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ഡൗട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പം എന്ത് വന്നു? 2x × 3x + 1 + 5 × 3x + 1 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യാടേ? രണ്ടിടത്ത് എന്തുണ്ട് കോമൺ? 3x + 1 കോമൺ അല്ലേ? സോ ഞാൻ ആ 3x + 1 വീണ്ടും ഇങ്ങ് പുറത്തെടുത്തു. 3x + 1 × ബാക്കി 2x + 5 അല്ല, 2x + 5. ക്ലിയർ ആയോ? മനസ്സിലായോ? ഫാക്ടേഴ്സ് കിട്ടി എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇങ്ങനെയാണ് ഒരു പോളിനോമിയലിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ്. ഫാക്ടറൈസേഷൻ തിയറം അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നോക്കിക്കേ. ഫാക്ടറൈസ് y² - 5y + 6 ബൈ യൂസിങ് ദ ഫാക്ടർ തിയറം. എന്താണ് ക്വസ്റ്റ്യൻ? y² - 5y + 6. ഇതിനെയാണ് എനിക്ക് ഫാക്ടർ തിയറം വെച്ച് ചെയ്യാനുള്ളത്. നോക്കിക്കേ, നമ്മുടെ ഇക്വേഷൻ എന്താണ്? y² - 5y + 6. നോക്കിക്കേ, ഇതെന്താണ്? ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ലേ? ആണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ? ആണല്ലോ. ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ y² - 5y + 6 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ x² കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ y² കോഎഫിഷ്യന്റ് എന്താണ് ഇവിടെ? 1 ആണ് അല്ലേ? y² കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും ഇവിടെ? y² കോഎഫിഷ്യന്റ് കൊണ്ട് കോൺസ്റ്റന്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 × 6 6 എന്നല്ലേ വരുന്നത് അല്ലേ? 1 × 6 6 എന്ന് വരും. അതായത് നമ്മുടെ ഫാക്ടർ, അതായത് നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്തായിരിക്കും? 6 ആയിരിക്കും. മനസ്സിലായോ? നേരത്തെ കേസിൽ 6 ആയിരുന്നു കൊണ്ടാണ് 6 കൊണ്ട് 5നെ മൾട്ടിപ്ലൈ ചെയ്ത് 30 എഴുതിയത്. ഇവിടെ 1 ആയതുകൊണ്ട് 1 × 6 6 എന്ന് എഴുതി. മനസ്സിലായോ? ഇനി എന്താ? 1 × 6 6 എന്ന് എഴുതി. ഇനി രണ്ട് നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ മൈനസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ -5y രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ഉം വരണം. മനസ്സിലായില്ലേ? രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വരണം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ -5ഉം വരണം. ഞാൻ അതിന് മുന്നേ എന്ത് ചെയ്യാം? ഈ 6ന്റെ ഫാക്ടേഴ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. നോക്കിക്കേ. 1 × 6 6 ആണ് അല്ലേ? 2 × 3 6 ആണ്. വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? 1 × 6ഉം 2 × 3ഉം 6 ആണ്. ഇത്രയല്ലേ ഉള്ളൂ? ആണ്. അപ്പോൾ നമുക്ക് ഏത് നമ്പേഴ്സ് ആയിരിക്കും ഇവിടെ? എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും? 1ഉം 6ഉം ആണോ 2ഉം 3ഉം ആണോ? നമുക്കിവിടെ എഴുതാൻ പോകുന്ന നമ്പേഴ്സ്, സ്പ്ലിറ്റ് ചെയ്യുന്ന നമ്പേഴ്സിന് എങ്ങനെ അറിയാൻ പറ്റും? അവർ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ എന്ത് വരണം? -5 വരണം. നോക്കിക്കേ, രണ്ടുപേരുടെയും സൈൻ എന്താണ്? ഒരേ സൈൻ ആയിരിക്കും. എന്തുകൊണ്ട്?
മൾട്ടിപ്ലൈ ചെയ്തപ്പം പോസിറ്റീവ് വന്നു. +6 ആയതുകൊണ്ട് രണ്ടുപേരുടെയും സൈൻ സെയിം ആയിരിക്കും. ഗുണിക്കുകയാണെങ്കിലോ അതല്ല എന്താണ് രണ്ടുപേരും പോസിറ്റീവ് ആണെങ്കിലോ രണ്ടുപേരും നെഗറ്റീവ് ആണെങ്കിലോ കുഴപ്പമില്ല, രണ്ടുപേരുടെയും സൈൻ സെയിം ആയിരിക്കും എന്ന് എനിക്ക് ലാസ്റ്റത്തെ ആ എക്സ്പ്രഷൻ നോക്കിയപ്പോൾ മനസ്സിലായി. +6 ആയിരിക്കും എന്ന് മനസ്സിലായി. ഇനി അവർ രണ്ടുപേരും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എങ്ങനെ അറിയും? അതിനാണ് നമ്മൾ മിഡിൽ ടേം നോക്കുന്നത്. മിഡിൽ ടേം എന്താ? -5 അല്ലേ? അതായത് രണ്ടുപേരുടെയും പ്രോഡക്റ്റ് പോസിറ്റീവ് ആണെന്നുള്ള കാര്യം കിട്ടി. അതായത് രണ്ടുപേർക്ക് ഒരേ സൈൻ ആണെന്ന് കിട്ടി. ഇനി നടുക്കത്തെ സൈൻ നോക്കിയപ്പോൾ മൈനസ് വന്നു. അതായത് രണ്ടുപേരുടെയും സൈൻ എന്താ? നെഗറ്റീവ് ആണെന്ന് കിട്ടി. കാരണം ഒരേ സൈൻ ആണെങ്കിൽ മാത്രമേ ആഡ് ചെയ്തിട്ട് അതേ സൈൻ മിഡിൽ വരത്തുള്ളൂ. അപ്പോൾ രണ്ടുപേരുടെയും സൈൻ മൈനസ് ആണെന്ന് കിട്ടിയില്ലേ? കിട്ടി. അപ്പോൾ ഏതൊക്കെയാണ് നമ്പർ എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? 6 കിട്ടണം. ഗുണിക്കുമ്പോൾ 6 കിട്ടണം. രണ്ടും കൂടി കൂട്ടുമ്പോൾ -5 കിട്ടണം. ഏതായിരിക്കും നമ്പർ? -2ഉം -3ഉം അല്ലേ? അല്ലേ? -2ഉം -3. അപ്പം എങ്ങനെ എഴുതാം? -2ഉം -3 രണ്ടും കൂടി കൂട്ടുമ്പോഴല്ലേ എന്ത് കിട്ടുന്നത്? -5 കിട്ടുന്നത് ആണ്. അപ്പം ഞാൻ അതിനെ എഴുതുവാണ് y² -5y പകരം. ഈ 5y പകരം എന്ത് എഴുതാം എനിക്ക്? -2y -3y ഇങ്ങനെ എഴുതാമല്ലോ. +6 -5y പകരമാണ് -2y -3y +6 എന്ന് എഴുതുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യാം? ഈ രണ്ടെണ്ണത്തിൽ നിന്ന് എന്ത് കോമൺ എടുക്കാം? y-നെ കോമൺ എടുത്തൂടെ? y-നെ കോമൺ എടുത്തു. പിന്നെ ആരുണ്ട് ഇവിടെ? y² നിന്ന് y എടുക്കുമ്പോൾ y ഉണ്ട്, -2 ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇനി മൈനസ് ഇവിടുന്ന് രണ്ടിടത്തുനിന്ന് ആരുണ്ട് കോമൺ? 3y +6. 3നെ കോമൺ എടുത്തൂടെ? 3നെ കോമൺ എടുത്തു. പിന്നെന്തുണ്ട്? y -2 അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും. -3y മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 3 2 6. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഫാക്ടേഴ്സ് എന്താ കിട്ടിയത്? രണ്ട് സ്ഥലത്തും കോമൺ എന്തുണ്ട്? അത് പറഞ്ഞില്ലല്ലോ. കോമൺ എന്തുണ്ട്? y -2. സോ y -2 ഇൻറ്റു പിന്നെ ആരാ ഉള്ളത്? ഇവിടെ ഒരു yയും ഒരു -3. സോ y -2 ഇൻറ്റു y -3. ഇതായിരിക്കും നമ്മൾ ഈ ഒരു പോളിനോമിയലിനെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഫാക്ടറൈസേഷൻ ഓഫ് എ പോളിനോമിയൽ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഫാക്ടറൈസേഷൻ ചെയ്ത് അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പറഞ്ഞത്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. x³ -23x² + 142x -120 എന്താണ്? ഓക്കെ, x³ -23x² + 142x -120 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു എന്താണ്? ക്യൂബിക് പോളിനോമിയലാണ്. ക്യൂബിക് പോളിനോമിയൽ അതായത് എക്സിൻ്റെ പവർ 3 അല്ലേ? പോളിനോമിയലിൻ്റെ പവർ 3 ആയിട്ടുള്ള ഒരു ക്യൂബിക് പോളിനോമിയൽ. ഒരു ക്യൂബിക് പോളിനോമിയലിൻ്റെ ഫാക്ടറൈസേഷൻ നടത്തുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. എന്താണ്? എത്ര ഫാക്ടേഴ്സ് കാണും? അതിന് 3 ഫാക്ടേഴ്സ് കാണും. കണ്ടോ? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയിരുന്നപ്പോൾ അതിന് 2 ഫാക്ടേഴ്സ് ആയിരുന്നു. ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ ഒരൊറ്റ ഫാക്ടറേ കാണൂ അല്ലേ? x -5 x +2 അതൊക്കെയല്ലേ ലീനിയർ? ഒറ്റ ഫാക്ടേഴ്സേ കാണത്തുള്ളൂ. ക്വാഡ്രാറ്റിക് ആണെങ്കിൽ 2 ഫാക്ടേഴ്സ്, ക്യൂബിക് ആണെങ്കിൽ 3 ഫാക്ടേഴ്സ് കാണും കേട്ടോ. അപ്പോൾ x³ -23x² + 142x -120. നമുക്ക് നോർമലി ഒരു ക്യൂബിക് ആയിട്ടുള്ള ഒരു പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ബൈ ട്രയൽ എന്ന രീതിയിൽ എന്താണ് ഒരെണ്ണം ചുമ്മാ ഗസ് ചെയ്ത് നോക്കും. ഇതൊരു റൂട്ട് ആണെന്നിരിക്കട്ടെ. ഞാൻ പറയുവാണ് ഇഫ് 1 ഈസ് എ റൂട്ട് അല്ലേ? ഇഫ് 1 ഈസ് എ റൂട്ട് ആണെന്നങ്ങ് അസ്യൂം ചെയ്തു. അതായത് P(1) ഞാൻ അപ്പോൾ ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. 1 ഒരു റൂട്ട് ആണെന്നിരിക്കട്ടെ. 1 ഒരു റൂട്ട് ആണെങ്കിൽ എന്താ പ്രത്യേകത? അതായത് ഈ ഒരു എക്സ്പ്രഷനകത്ത് 1ന്റെ വാല്യൂ കൊടുക്കുമ്പോൾ ഉത്തരം 0 വരണം. ഉത്തരം 0 വരുവാണെങ്കിൽ 1 അതിൻ്റെ റൂട്ടാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നോക്ക്, ഞാൻ പറയാം. P(1) എടുക്കുവാണ്. P(1) 1ന്റെ ക്യൂബ് -23 ഇൻറ്റു 1² + 142 ഇൻറ്റു 1 -120 ഇങ്ങനെ വരൂലേ? അപ്പോഴോ 1 -23 + 142 -120 അല്ലേ? അപ്പോൾ 120 ഇതാണ് -120 -23 -143 വരത്തില്ലേ? 142 + 1 + 143 എത്ര വരും? 0 വരും. നമുക്ക് എന്ത് മനസ്സിലായി? P(1) = 0 എന്ന് വന്നു. P(1) 0 എന്ന് പറഞ്ഞാൽ എന്താ? അതായത് x -1 ഈസ് എ ഫാക്ടർ. പറഞ്ഞൂടെ? x -1 ഒരു ഫാക്ടർ ആയതുകൊണ്ടാണ് എന്താണ് എക്സിന്റെ വാല്യൂ 1 വന്നതും
എക്സിന്റെ വാല്യൂ 1 വന്നപ്പോൾ പി ഓഫ് എക്സിന്റെ വാല്യൂ 0 വന്നതും. സോ എക്സ് മൈനസ് 1 ഇസ് എ ഫാക്ടർ ആണെന്ന് കിട്ടും. ക്ലിയർ ആണോ? അത് ഗസ് ചെയ്തൊരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഒരു ഫാക്ടറേ കിട്ടിയുള്ളൂ. ഒരു ഫാക്ടർ മാത്രം കിട്ടിയാൽ മതിയോ? പോരാ, നമുക്ക് 3 ഫാക്ടേഴ്സ് കിട്ടണം. കാരണം ഇതൊരു ക്യൂബിക് പോളിനോമിയലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ 3 ഫാക്ടേഴ്സ് കണ്ടുപിടിക്കും? നോക്കാം. അപ്പോൾ എക്സ് മൈനസ് 1 ഒരു ഫാക്ടർ ആണെന്നുള്ള കാര്യം കിട്ടിയല്ലോ, അത് മനസ്സിരിക്കട്ടെ. എക്സ് ക്യൂബ് മൈനസ് 23x² പ്ലസ് 142x മൈനസ് 120. അപ്പോൾ നോക്കിക്കേ, ഈ 120 എന്ന് പറഞ്ഞ സംഭവത്തിന് നമുക്കറിയാലോ, നമ്മൾ നേരത്തെ ഒരു സാധാ പോളിനോമിയൽ, അതായത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ചെയ്തപ്പോൾ എന്തായിരുന്നു, x² കോഎഫിഷ്യന്റ് നോക്കി, x² കോഎഫിഷ്യന്റ് 1 ആണെന്ന് നോക്കി. 1 ആണെങ്കിൽ കുഴപ്പമില്ല, 1 അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ വരുവാണെങ്കിൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുള്ളത് കിട്ടി. അപ്പോൾ ഇവിടെ 120 എന്ന് പറയുന്ന നമ്പറാണ് ലാസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പർ എന്ന് പറഞ്ഞ് വന്ന് കിടക്കുന്നത് അല്ലേ? 120 അല്ലേ? അപ്പോൾ ഈ 120നെ നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം? 120നെ 1 × 120 120 ആണ് അല്ലേടെ. പിന്നെ 2 × 60 അതും 120 ആണ്. ഇനി 3 × 40 120 അല്ലേ? ആണല്ലോ അല്ലേ? 4 3 12 ആണ്. ഇനി 4 × എന്തെങ്കിലും വരുന്നത് 120 ഡിവൈഡ് ബൈ 4 എന്നതാണോ? 4 × 30 അതും 120 ആണ് അല്ലേ? ഇനി 5 × 5 വരുന്നുണ്ടോ? അത് 120/5 ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിക്കേ. 2 5 10 24. സോ 5 × 24 അതും 120 ആണ്. ഇനി 120 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 120 ഡിവൈഡ് ബൈ 6 6 12 20 അല്ലേ? 6 × 20 120 ആണ് അല്ലേ? പിന്നെ അങ്ങനെ പോകും അല്ലേ? അപ്പോൾ നമുക്ക് കുറേ ഫാക്ടേഴ്സ് കിട്ടി 120-ന്. ഓക്കെ, നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കിക്കേ. ഇവിടെ എത്ര ടേം ഉണ്ട്? 1 2 3 4 ടേംസ് ഇല്ലേ? x² ടേമും ഉണ്ട്, x³ ടേമും ഉണ്ട്, എക്സിൻ്റെ ടേമും ഉണ്ട്, കോൺസ്റ്റന്റ് നമ്പറും ഉണ്ട്. സോ ഓക്കെ, ഇതാണ് നമ്മുടെ ക്യൂബിക് പോളിനോമിയൽ. ഈ ക്യൂബിക് പോളിനോമിയൽ നമുക്ക് എങ്ങനെ ഫാക്ടേഴ്സ് ആക്കാം? ഇവിടെ എത്ര ടേം ഉണ്ട്? 4 ടേം അല്ലേ ഉള്ളത്? 4 ടേം ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എടുത്തപ്പോൾ അവിടെ എക്സിൻ്റെ 3 ടേം ആയിരുന്നു ടോട്ടൽ അല്ലേ? x² ടേം, എക്സിൻ്റെ ടേം, കോൺസിൻ്റെ ടേം. ഇവിടെ ഒരു ക്യൂബിക് പോളിനോമിയൽ ആയപ്പോൾ 4 ടേം, x³ x², എക്സ്, കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ എനിക്കിത് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഞാനിവിടെ 4 ടേംസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഈ x² ടേമിനെയും എക്സിൻ്റെ ടേമിനെയും ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണ്? x² ടേമിനെയും എക്സിൻ്റെ ടേമിനെയും ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെ എഴുതാം? എനിക്ക് ഞാൻ എഴുതുകയാണ് x³ മൈനസ് ഈ 23x². ഈ 23x² എങ്ങനെ എഴുതാം? എനിക്ക് 23x² x² മൈനസ് 22x² എന്ന് എഴുതിക്കൂടെ? x³ ഇതിവിടെ നിൽക്കട്ടെ, x³ അതേപോലെ എഴുതി, ഈ മൈനസ് x² മൈനസ് 22x² എന്ന് എഴുതിക്കൂടെ? 23x² എഴുതാം അല്ലേ? ഇനി അതുപോലെ പ്ലസ് ഈ 142x എങ്ങനെ എഴുതാം? എനിക്ക് 142xനെ അത് എഴുതുമ്പോൾ നമ്മൾ കുറച്ച് ലോജിക്കോടുകൂടി ചെയ്യണം. അതായത് ഈ 2 നമ്പേഴ്സ് എന്താണ് നമുക്ക് അടുത്ത നമ്പറുമായിട്ട് ഫാക്ടർ ആക്കാൻ പറ്റുമോ എന്ന രീതിയിൽ വേണം ആലോചിച്ച് വേണം ചെയ്യാൻ കേട്ടോ. എങ്ങനെ ചെയ്യാടെ നോക്കിക്കേ. 142xനെ ഞാൻ പറയുവാണ് എന്താണ് 22x പ്ലസ് 120x ഇങ്ങനെ എഴുതാൻ പറ്റുമോ? 120 പ്ലസ് 22 എത്ര? 142 അല്ലേ? അപ്പോൾ 22x പ്ലസ് 120x എന്ന് എഴുതിക്കൂടെ? ബാക്കി മൈനസ് 120 കണ്ടോ? ഇതാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കിക്കേ. x³ മൈനസ് x² മൈനസ് 22x² പ്ലസ് 22x പ്ലസ് 120x മൈനസ് 120. ഈ മൈനസ് x² മൈനസ് 22x² ഈ മൈനസ് 23x² പകരമാണ് എഴുതിയത്. 142xനെ 22x പ്ലസ് 120x പകരമായിട്ടാണ് എഴുതിയത്. അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഞാൻ ഈ 2 ടേംസ് വെച്ച് എഴുതി. ഇപ്പോൾ എത്ര ടേമായി? എനിക്ക് 1 2 3 4 ടേം ആയിരുന്നു. ഇപ്പോൾ എനിക്ക് 6 ടേം ആയില്ലേ? 1 2 3 4 5 6 ടേമായി. 6 ടേം ആകുമ്പോൾ ഞാൻ എന്ത് വേണം? ഈ 2 എണ്ണം വീതമുള്ള ഫാക്ടേഴ്സ് ആക്കി എടുത്തു. 6 ടേം ആയപ്പോൾ ഞാൻ ഈ 2 എണ്ണം വീതമുള്ള ഫാക്ടേഴ്സ് ആക്കി എടുത്തു. ഇങ്ങനെ വന്നില്ലേ? ഇനി എന്ത് എഴുതാം? ഈ ടേം x³ മൈനസ് x² അതിൽ നിന്ന് എനിക്ക് എന്തിനെ എടുക്കാടെ? ഒരു x² ഇങ്ങനെ എടുത്തൂടെ? x³ മൈനസ് x² x² ഞാൻ എടുത്തു. പിന്നെ ബാക്കി എന്തുണ്ട് ഇവിടെ? പിന്നെ ഒരു x ഉണ്ട്,
ഒരു -1 ഉണ്ട്. കണ്ടോ? x² × x-1 വരും. ക്ലിയർ ആണോ? ഇനി എവിടുന്ന് രണ്ടിടത്തും എനിക്ക് എന്ത് കോമൺ എടുക്കാടെ? ഒരു -22x കഴിഞ്ഞ് കോമൺ എടുത്തൂടെ? -22x എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ബാക്കി x-1 ഉണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ അകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. -22x² അല്ലേ? -× പ്ലസ് 22x വന്നില്ലേ? ഇനി പ്ലസ് ഇവിടുന്ന് ഞാൻ ആരെടുക്കാം? 120x -120. രണ്ടിടത്തും ഒരു 120 എടുത്തൂടെ? 120 × x-1. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? എന്താ ചെയ്തേ? ഞാൻ ആദ്യം ഈ നാല് ടേംസ് ഉള്ള എൻ്റെ ക്യൂബിക് പോളിനോമിയലിനെ x² ടേമിനെയും എക്സിന്റെ ടേമിനെയും സ്പ്ലിറ്റ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ആദ്യം ക്വാഡ്രാറ്റിക് ആയിരുന്നപ്പോൾ ഞാൻ എക്സിന്റെ ടേം മാത്രമേ സ്പ്ലിറ്റ് ചെയ്തുള്ളൂ. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാന്നാണ് നമ്മുടെ കോൺസെപ്റ്റ് അല്ലേ? അപ്പോൾ ക്വാഡ്രാറ്റിക് ആയിരുന്നപ്പോൾ എക്സിന്റെ ടേം മാത്രമേ സ്പ്ലിറ്റ് ചെയ്തുള്ളൂ. ക്യൂബിക് ആയപ്പോൾ എനിക്ക് 2 ടേംസ്, അതായത് 4 എന്നുള്ള ടേംസിനെ എനിക്ക് 6 ടേംസ് ആക്കി മാറ്റേണ്ടി വന്നു. x² എക്സിൻ്റെതും സ്പ്ലിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്താ വന്നു? കുറച്ചുകൂടി കോംപ്ലിക്കേറ്റ് ആയില്ലേ? നമുക്ക് x³ -x² -22x² + 22x + 120x - 120 എന്ന് വന്നു. അതിൽ നിന്ന് ഞാൻ വീണ്ടും സിംപ്ലിഫൈ ചെയ്തു. ഫസ്റ്റത്തെ 2 എണ്ണത്തിനെ ഒരുമിച്ചാക്കി, അടുത്ത 2 എണ്ണം, അടുത്ത 2 എണ്ണം, അങ്ങനെ 6 എണ്ണത്തിനെ 3 വീതമുള്ള ഈ 2 ഗ്രൂപ്പുകളാക്കി മാറ്റി. അതിൽ നിന്ന് ഫസ്റ്റത്തിൽ നിന്ന് x² കോമൺ എടുത്തു, രണ്ടാമത്തതിൽ നിന്ന് -22x എടുത്തു, അടുത്തതിൽ 120 എടുത്തു. നോക്കിക്കേ, എല്ലായിടത്തും ആരുണ്ട് കോമൺ ആയിട്ട്? x-1 കോമൺ അല്ലേ? എല്ലായിടത്തും x-1 കോമൺ അല്ലേ? ഞാനപ്പോൾ എന്തെടുത്തു? x-1 ഇങ്ങ് കോമൺ ആക്കി എടുത്തു. കണ്ടോ? x-1 കോമൺ ആക്കി എടുത്തു. പിന്നെ ബാക്കി ആരുണ്ട്? എല്ലായിടത്തും ഒരു x-1 എടുത്താൽ ബാക്കി ആരുണ്ട്? x² -22x + 120 അല്ലേ? x² -22x + 120 എന്ന് കിട്ടി. മനസ്സിലായില്ലേ? ഇപ്പൊ എനിക്ക് എന്ത് വന്നു? ഈ ഒരു ക്യൂബിക് പോളിനോമിയലിനെ സ്പ്ലിറ്റ് ചെയ്ത് എനിക്കൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലും കിട്ടി, അതുപോലെ ഒരു ലീനിയർ പോളിനോമിയലും കിട്ടി അല്ലേ? ആണ്. ഇനി ഞാൻ എന്താ ആദ്യമേ പറഞ്ഞത്? ഒരു ക്യൂബിക് പോളിനോമിയലിനാണെങ്കിൽ അതിന് 3 ലീനിയർ ഫാക്ടേഴ്സ് കാണുമെന്ന് പറഞ്ഞില്ലേ? 3 ലീനിയർ ഫാക്ടർ. എനിക്കിപ്പോൾ ഒരു ലീനിയർ ഫാക്ടറും ഒരു ക്വാഡ്രാറ്റിക് ഫാക്ടറും അല്ലേ കിട്ടിയത്? അപ്പോൾ എങ്ങനെ 3 ലീനിയർ ഫാക്ടർ ആക്കാം? ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എനിക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് 2 ഫാക്ടേഴ്സ് കൂടി ആക്കിക്കൂടെ? അപ്പോൾ എനിക്ക് ടോട്ടൽ 3 ഫാക്ടർ കിട്ടത്തില്ലേ? കിട്ടാമല്ലോ. അപ്പോൾ എങ്ങനെ ചെയ്യാടെ? x-1 ഇവിടെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. നേരത്തെ ഈ ക്വസ്റ്റ്യൻ തുടങ്ങുന്ന സമയത്ത് ഞാനിവിടെ അസ്യൂം ചെയ്ത് എക്സിന് 1 എന്നൊരു വാല്യൂ ഇട്ട് കൊടുത്തില്ലായിരുന്നോ അല്ലേ? അസ്യൂം ചെയ്തൊരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? x-1 ഒരു ഫാക്ടർ ആയിട്ട് കിട്ടി. ഇപ്പോൾ ഇവിടുന്ന് മനസ്സിലായില്ലേ x-1 ഇതിൻ്റെ ഒരു ഫാക്ടർ ആണെന്ന്? ഓക്കെ. സോ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ വേറൊരു മെത്തേഡ് പഠിക്കുമ്പോൾ ഇതുപോലെ ഫസ്റ്റത്തെ ഒരെണ്ണം നമ്മൾ അസ്യൂം ചെയ്താൽ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റത്തെ ഒരു റൂട്ട് നമ്മൾ ഒരു അസംഷൻ വഴി അതാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അടുത്ത കണ്ടുപിടിക്കാവുന്ന രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. സോ x-1 എന്ത് വരും? x² -22x + 120 എന്ന് കിട്ടി. ഇനി ഈ x² -22x + 120 വീണ്ടും ഞാൻ എന്ത് ചെയ്യണം? വീണ്ടും സിംപ്ലിഫൈ ചെയ്യണം. നോക്കിക്കേ, 2 നമ്പർ തമ്മിൽ ഗുണിക്കുമ്പോൾ 120 വരണം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ -22 വരണം. അപ്പം 120ന്റെ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. 120 കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ 22 വരുന്ന എപ്പോഴായിരിക്കും ഇവിടെ? ആലോചിച്ച് നോക്കിക്കേ. ഞാൻ പറയുവാണ് 120നെ 10 × 12 120 എഴുതാമല്ലോ. 120ന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. 1 × 120 അല്ലേ? 1 × 120 120 ആണ്. 2 × 60 120 ആണ്. 3 × 40 120 ആണ്. അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ 10 × 12 അതും ഒരു ഫാക്ടർ അല്ലേ? 10 × 12 120 തന്നെയല്ലേ? അപ്പോൾ ഈ 10 × 12ന്റെ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 120 വന്നു. ഈ 10 ഉം 12ഉം കൂടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ 22 വരുന്നുണ്ടോ? 22 വരുന്നുണ്ടോ? +120 അല്ലേ? +120 ആകുമ്പോൾ 2 പേർക്കും ഒരേ സൈൻ ആയിരിക്കും. ഇനി മിഡിൽ ടേം നോക്കിയപ്പോൾ -22x ആണ്. അതായത് 2 പേരുടെയും സൈൻ നെഗറ്റീവ് ആണെന്നും കിട്ടി. ഇനി ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് എങ്ങനെ അറിയും? നോക്കിക്കേ, 10ഉം 12ഉം. നോക്കിക്കേ, 10ഉം 12ഉം ഇട്ട് നോക്കിക്കേ. നിങ്ങൾ ഓരോ വാല്യൂ ഇട്ട് നോക്കണം കേട്ടോ. 10ഉം 12ഉം ഇട്ട് നോക്കുമ്പോൾ 12ഉം 10ഉം 22. സോ 2 പേരുടെയും സൈൻ നെഗറ്റീവും ആണ്. അപ്പോൾ ഇതിന് എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? ഈ x-1 ഇവിടെ നിൽക്കട്ടെ. ബാക്കി x² മൈനസ് ഞാൻ 22x പകരം എന്താണ് 12x + 10x എഴുതി കൂടെ? എനിക്ക് 10x - 12x എഴുതി കൂടെ? +120 ഇങ്ങനെ എഴുതി കൂടെ? -x² - 10x - 12x + 120 എന്ന് എഴുതാം. സോ ഈ സ്റ്റെപ്പ് ഞാൻ മുകളിലോട്ട് എടുത്ത് എഴുതുവാണ്. സോ x-1 നോക്കിക്കേ, x² - 10x x² - 10x ഒന്നുകൂടി എഴുതുവാ ഞാൻ. x² - 10x - 12x
പ്ലസ് 120 ഇങ്ങനെ എഴുതി. ഇനി എന്തെഴുതാം? എക്സ് മൈനസ് 1 ഇൻറ്റു എന്തെഴുതാം? ഇത് ഈ രണ്ട് ടേമിൽ നിന്ന് എനിക്ക് എന്തെടുക്കാം? ഈ രണ്ടെണ്ണം ഇതുള്ള ഗ്രൂപ്പാക്കി ഈ രണ്ട് ടേമിൽ നിന്ന് എനിക്കൊരു എക്സിനെ ഇനി കോമൺ എടുത്തൂടെ? എക്സ് കോമൺ എടുത്താൽ ബാക്കി ഉണ്ട് എക്സ് മൈനസ് 10 ഉണ്ട് അല്ലേ? ഓക്കെ, ഇവിടുന്ന് എക്സ് മൈനസ് 10 കിട്ടി. മൈനസ് ഞാൻ ഇവിടുന്ന് 12നെ ഇനി കോമൺ എടുത്തു. 12നെ കോമൺ എടുത്ത് ആരുണ്ട്? വീണ്ടും എക്സ് മൈനസ് 10 ഉണ്ട് അല്ലേ? മൈനസ് 12x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 120 ഇങ്ങനെ വരത്തില്ലേടെ? ഇപ്പം എന്ത് വന്നു? എക്സ് മൈനസ് 1 ഇൻറ്റു ഇവിടെ എന്താ? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 10 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 12 ഇൻറ്റു എക്സ് മൈനസ് 12x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലേ 120 എന്ന് വന്നില്ലേ? ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് വന്നു? എക്സ് മൈനസ് 1 ഉണ്ട്. ഓക്കെ, എക്സ് മൈനസ് 1 ഇൻറ്റു ഈ ഇക്വേഷൻ നോക്കിക്കേടെ. ഇനി ഇവിടെ ആരാ കോമൺ ഉള്ളത്? എക്സ് മൈനസ് 10 കോമൺ ഇല്ലേ രണ്ട് സ്ഥലത്തും? സോ ആ എക്സ് മൈനസ് 10നെ ഞാനിങ്ങനെ എടുത്തു. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 10. പിന്നെ ബാക്കി ആരാ ഉള്ളത്? ഇൻറ്റു എക്സ് മൈനസ് 12 കേട്ടോ. എക്സ് മൈനസ് 12 ക്ലിയർ ആയോ? സോ എന്ത് വന്നു? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 10 ഇൻറ്റു എക്സ് മൈനസ് 12 എന്ന് വന്നു. ആ ഒരു ക്യൂബിക് പോളിനോമിയലിനെ നമ്മൾ 3 ഫാക്ടേഴ്സ് ആക്കി മാറ്റി അല്ലേ? ഇതാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി ഒരു എന്താണ് പോളിനോമിയലിനെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി പോളിനോമിയലിനെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ സോൾവ് ചെയ്യുന്നത് പഠിച്ചു. അത് ഓൾറെഡി നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ പഠിച്ചുകൊണ്ട് കുറച്ചുകൂടി സിമ്പിൾ ആയിരുന്നു അല്ലേ? ക്യൂബിക് ആയിട്ട് വന്നപ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മൾ അതിനെ അതിൻ്റെ 6 ടേംസ് ആക്കി മാറ്റണം. 4 ടേം ഉള്ളതിനെ നമ്മൾ 6 ടേം ആക്കി മാറ്റി. എന്നിട്ട് 2 വീതമുള്ള 3 ഗ്രൂപ്പുകളാക്കി മാറ്റിയിട്ട് അതിൽ നിന്ന് കോമണൊക്കെ എടുത്ത് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് 3 ടേംസ് കിട്ടി. ഓക്കെ, ഇതാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നേരത്തെ വേറൊരു മെത്തേഡ് പഠിക്കും, റിമൈൻഡർ വഴി കണ്ടുപിടിക്കുന്ന മെത്തേഡ്. അതാണ് കുറച്ചുകൂടി സിമ്പിൾ കേട്ടോ. നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെ സോൾവ് ചെയ്തപ്പോൾ ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് അല്ലേ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ എളുപ്പമായിട്ട് തോന്നിയത് അല്ലേ? അതുപോലെ തന്നെ ഈ ഫാക്ടറൈസേഷനെക്കാളും കുറച്ചുകൂടി ഫാക്ടറൈസേഷൻ വരുമ്പോൾ നമുക്ക് എന്താണ് മിസ്റ്റേക്കുകൾ വരാനുള്ള ചാൻസ് കൂടും, ഈ പ്ലസും മൈനസിൻ്റെയൊക്കെ. പക്ഷേ കറക്റ്റ് ഒരു ഫോർമുല യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു മിസ്റ്റേക്ക് വരാൻ ചാൻസ് കുറവായിരിക്കുമെന്ന്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത റിമൈൻഡർ മെത്തേഡ് എന്നൊക്കെ ഒരു മെത്തേഡ് പഠിക്കും. അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും അറിഞ്ഞിരിക്കുക. അപ്പം നമുക്ക് ഒരു ക്യൂബിക് പോളിനോമിയലിന് 3 ലീനിയർ ഫാക്ടേഴ്സ് കിട്ടും. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ അടുത്ത, യൂസ് ദ ഫാക്ടർ തിയറം ടു ഡിറ്റർമിൻ വെദർ ജി ഓഫ് എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ്. കണ്ടോ, ഒരു പോളിനോമിയൽ പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്, ജി ഓഫ് എക്സും തന്നിട്ടുണ്ട്. ജി ഓഫ് എക്സ് പി ഓഫ് എക്സിന്റെ ഒരു ഫാക്ടർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ജി ഓഫ് എക്സ് പി ഓഫ് എക്സിന്റെ ഫാക്ടർ ആണോ? അപ്പൊ ജി ഓഫ് എക്സ് എന്താണ്? ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഫാക്ടർ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഫാക്ടർ ആണ് എന്ന രീതി നമ്മൾ ചെയ്യണം. മനസ്സിലായില്ലേ? ആണെന്ന രീതി ചെയ്തിട്ട് അവസാനം എന്താണ് ആ സൊല്യൂഷനിൽ അതിന്റെ വാല്യൂ 0 വരികയാണെങ്കിൽ ഫാക്ടർ ആയിരിക്കും. അതായത് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഒരു ഫാക്ടർ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് എക്സിന്റെ വാല്യൂ എന്ത് വരും ഇവിടെ? -1 എന്ന് വരത്തില്ലേ? എക്സിന്റെ വാല്യൂ -1 എന്ന് വരും. ഇനി ഈ ഒരു ജി ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? ജി ഓഫ് എക്സ് പി ഓഫ് എക്സിന്റെ ഫാക്ടർ ആവണമെങ്കിൽ എന്ത് വരണം? പി ഓഫ് -1ന്റെ വാല്യൂ 0 ആയിരിക്കണം. പി ഓഫ് -1ന്റെ വാല്യൂ 0 ആയിരിക്കണം. സോ പി ഓഫ് എക്സ് എന്താ? പി ഓഫ് എക്സ് എന്നുള്ളത് 2x³ + x² -2x -1 ആണ്. അതിൽ നിന്ന് പി ഓഫ് -1 എന്തായിരിക്കും? 0 ആവണം. ആണെങ്കിൽ ഫാക്ടർ ആണ്. അപ്പോൾ പി ഓഫ് -1 0 ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. എന്ത് വേണം? 2 × -1³ + -1² -2 × -1 -1. ഓക്കെ, 2 × -1ന്റെ ക്യൂബ് എന്താ? -1 ആണ്. പ്ലസ് -1ന്റെ സ്ക്വയർ എന്താ? +1 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 2 × 1 2 ആണ്. -1 ആണ്. കണ്ടോ? ഇനി എന്ത് വരും? 2 × -1 -2 പ്ലസ് 1 + 2 അല്ലേ? 1 + 2 എന്താ? 3 -1 -2 -1 -3 + 3 ചെയ്തു വന്നപ്പോൾ നമുക്ക് എന്ത് വന്നു? 0 വന്നില്ലേ? അതായത് എന്ത് മനസ്സിലായി? ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് എക്സിന്റെ ഒരു ഫാക്ടർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആയോ? എങ്ങനെയാണ് ചെയ്തത്? ജി ഓഫ് എക്സ് ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഫാക്ടർ ആണെന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് ജി ഓഫ് എക്സിന്റെ വാല്യൂ 0 ആക്കി എടുത്തു. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചു. എക്സ് കണ്ടുപിടിച്ചിട്ട് എക്സിന്റെ വാല്യൂ എടുത്ത് നമ്മൾ എവിടെ ഇട്ടു? പി ഓഫ് എക്സിൽ ഇട്ടു. പി ഓഫ് എക്സിൽ ഇട്ടപ്പോൾ പി ഓഫ് എക്സിന്റെ വാല്യൂ 0 വന്നതുകൊണ്ട് അത് ഫാക്ടർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഒരു കൺഫ്യൂഷൻ ഡൗട്ട് ഒന്നും വേണ്ട, എളുപ്പമാണ്. ഈ പോളിനോമിയൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടൊന്നും അല്ല. എല്ലാം വളരെ സിമ്പിൾ ആണ് ചെയ്യാൻ. ഓക്കെ,
കാണുമ്പം കേൾക്കുമ്പം നമുക്കൊരു വല്ലാതെ തോന്നും. അത് ആദ്യം ആയതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കുക, പ്രോബ്ലംസ് ചെയ്തു പോവുക, എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റൂ. അടുത്തത് ഡിറ്റർമിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽ ഹാസ് x+1 ഇസ് എ ഫാക്ടർ. ഇതിൽ ഏതൊക്കെ പോളിനോമിയലാണ് x+1 ഒരു ഫാക്ടറായി വരുന്നതെന്നാണ് ചോദ്യം, അല്ലേ? ഏതൊക്കെ പോളിനോമിയലാണ് x+1 ഒരു ഫാക്ടറായി വരുന്നത്? അതായത് നമുക്കിപ്പോൾ x+1 ഒരു ഫാക്ടറായി വരണമെങ്കിൽ എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ -1 ആയിരിക്കും. അതായത് നമ്മൾ ഈ രണ്ട് പോളിനോമിയലിൽ നമ്മൾ P(-1)ന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ, അല്ലേ, P(-1)ന്റെ വാല്യൂ എന്താണ്? 0 വരണം. 0 വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലായി x+1 ഒരു ഫാക്ടർ ആണെന്ന്. ഡൗട്ട് വേണ്ട, ഒന്നുകൂടി പറയാം. എന്താണ്? നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്, ഏതൊക്കെ ഈ രണ്ട് പോളിനോമിയൽ തന്നിട്ടുണ്ട്, ഈ രണ്ട് പോളിനോമിയലിലും x+1 ഒരു ഫാക്ടറായി വരുമോ എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. x+1 ഒരു ഫാക്ടർ ആയി വരുമോ എന്നുള്ളത് x+1 = ഫാക്ടർ ആണ് എന്ന രീതിയിൽ എടുത്തു. x+1ന്റെ വാല്യൂ 0 കൊടുത്തു, എക്സിന്റെ വാല്യൂ -1 എന്ന് കിട്ടി. ഇനി ഫസ്റ്റത്തെ ഇക്വേഷൻ, ഫസ്റ്റത്തെ പോളിനോമിയൽ നോക്കി, x³ + x² + x+1. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പോളിനോമിയൽ. ഞാൻ P(x) എന്നൊരു പേര് കൊടുത്തു. ഫാക്ടർ ആണെങ്കിൽ എന്താവണം? P(-1)ന്റെ വാല്യൂ 0 ആവണം, അല്ലേ? P(-1) 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. 0 ആണെങ്കിൽ അതിന്റെ ഫാക്ടർ ആണ്. സോ P(-1) ചെക്ക് ചെയ്തേ. P(-1) നമുക്ക് എന്ത് വരും ഇവിടെ? -1³ പ്ലസ് -1² -1 + 1, അല്ലേ? -1 + 1 -1 + 1, അല്ലേ? നമുക്ക് എന്ത് വന്നു? 0 വരത്തില്ലേ? ഫൈനലി കട്ട് ചെയ്ത് പോയി 0 വരത്തില്ലേ? അതായത് ഈ x+1 എന്ന് പറയുന്നത് ഫസ്റ്റത്തെ പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ആണെന്നുള്ള കാര്യം കിട്ടി. മനസ്സിലായോ? ഇനി നമ്മൾ എന്ത് വേണം? അടുത്ത പോളിനോമിയൽ നോക്കാം. അടുത്ത പോളിനോമിയൽ എന്താ? x⁴ + x³ + x² + x+1. ഇതിന്റെ ഫാക്ടർ ആണോ എന്ന് അറിയണ്ടേ? ഇതിന് ഞാനിപ്പോൾ Q(x) എന്നൊരു പേര് കൊടുത്തു. ഇനി ഇതൊരു ഫാക്ടർ ആണെങ്കിൽ എന്താണ്? x+1 ഒരു ഫാക്ടർ ആണോ എന്നല്ലേ ചോദിച്ചത്. അപ്പൊ x+1 0, എക്സിന്റെ വാല്യൂ -1. ഞാൻ എന്ത് ചെയ്യണം? Q(-1) കണ്ടുപിടിക്കണം. Q(-1) അല്ലേ? Q(-1) എങ്ങനെ ചെയ്യാം? എക്സിന് പകരം -1. സോ -1⁴ പ്ലസ് -1³ പ്ലസ് -1² പ്ലസ് -1 + 1. ഡൗട്ടൊന്നുമില്ലല്ലോ? -1⁴. നോക്കിക്കേ, -1⁴. 4 ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ? 4 ഈവൺ നമ്പർ ആണ്. നെഗറ്റീവ് നമ്പർ ഈവൺ വന്നാൽ പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. നെഗറ്റീവ് നമ്പർ ഈവൺ വന്നാൽ പോസിറ്റീവ് ആയിരിക്കും. സോ ഇതിന് പകരം +1 എന്ന് എഴുതി. ഇനി പ്ലസ് -1⁵. നെഗറ്റീവ്⁵³ വന്നാലോ? നെഗറ്റീവ്⁵³ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ അല്ലേ? സോ നെഗറ്റീവ്⁵³ വന്നാൽ നെഗറ്റീവ് ആയിരിക്കും. സോ -1. ഇനി -1ന്റെ സ്ക്വയർ എന്താണ്? +1. -1 + 1 1 -1, അല്ലേ? 1 വരും, -1 വരും, +1 വരും, -1 വരും, +1 വരും. അപ്പൊ എന്ത് വരും ഇവിടെ? എത്ര പ്ലസ് ഉണ്ട്? 1 2 3 പ്ലസ് അല്ലേടെ? 3 - 1 -1 3 - 2 1 എന്ന് വരും. 3 - 2 1. സോ ഇത് 1 എന്ന് വന്നു. 0 വന്നോ? 0 വന്നില്ല. ഒരു വാല്യൂ അല്ലേ വന്നത്. സോ x+1 ഈ രണ്ടാമത്തെ പോളിനോമിയലിന്റെ ഫാക്ടറായി വരുമോ? ഇല്ല. മനസ്സിലായോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ?